സാർ, മാഡം. ആ പറഞ്ഞോളൂ. മാഡം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞു കേട്ടു. അത് ഈ വീട് തന്നെയാണ് മാഡം? ആ അതേലോ. ഇപ്പോ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടോ മാഡം? ആ ഉണ്ട് ഉണ്ട്. ഓക്കെ അതൊക്കെ മാഡം. വരൂ. ഇവിടെ ഇരിക്കൂ. ശരി മാഡം. ആ നിങ്ങൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ എന്നാ ഉണ്ട്? ഇഡ്ലി, ദോശ, ചപ്പാത്തി എല്ലാം ഉണ്ട്. ദോശ മതി. ദോശ ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് ആവും. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ആ, അപ്പോ റെഡി ആയിട്ട് എന്താ ഉള്ളത്? ഇഡ്ലി ഉണ്ട്, നല്ല ചൂട് ഇഡ്ലിയാ. ശരി, ഇഡലി ഉണ്ട്. ആ ശരി, ഇപ്പൊ കൊണ്ടുവരാം. കഴിച്ചോളൂ. മാഡം, ഇഡലി വളരെ നന്നായിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്ര നല്ല ഫുഡ് കഴിച്ചിട്ടേ ഇല്ല. ശരിക്കും നല്ല ടേസ്റ്റ് ആണ്. ഉം. ചട്നി എങ്ങനെയുണ്ട്? ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഓഹോ, താങ്ക്സ്. കൈ എവിടെ കഴുകുന്നേ? ദാ ആ ഭാഗത്താ. ഉം. ചെന്ന് കഴിക്കോളൂ. എത്രയായി? 3 ഇഡ്ഡലി അല്ലായിരുന്നോ? 30 രൂപയായി. എല്ലാ ഹോട്ടലിലും ഒരു ഇഡലി 20-25 രൂപയ്ക്കൊക്കെ വിൽക്കുന്നേ. നിങ്ങളെന്താ ഒരു ഇഡലി 10 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത്? ഇത് നിങ്ങൾക്ക് മുതലാവുന്നുണ്ടോ? ഈ മെസ്സ് ഞാൻ തുടങ്ങിയത് കാശുണ്ടാക്കാൻ വേണ്ടിയല്ല സാറേ. എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാ. അതിനു വേണ്ടിയാ ഇത് തുടങ്ങിയത്. ശരി. 50യോ? ഇതാ. ടേസ്റ്റ് വളരെ നന്നായിരുന്നു. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യേ. ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനേ പാടില്ല. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് കസ്റ്റമേഴ്സ് വരില്ല. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ഉണ്ടാവില്ല. അതിരിക്കട്ടെ, നിങ്ങൾ ഈ ഏരിയയിൽ തന്നെയാണോ ഉള്ളത്? അതെ. അല്ല, ഇവിടെ ഇങ്ങനെ ഒരു മെസ്സുള്ള കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇവിടെ അടുത്തായിട്ടൊരു പലചരക്കടയില്ലേ, ആ ചേട്ടനാണ് പറഞ്ഞത് ഈ ഓ. മെസ്സിൽ പോയി കഴിക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണെന്ന്. ഉഹും. അത് മാത്രമല്ല റേറ്റ് വളരെ കുറവാണെന്നും പറഞ്ഞു. ശരി, ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടുന്ന് കഴിച്ചതിന് ശേഷം ഇനി ഞാൻ വേറെ ഒരിടത്തും പോവില്ല. ഒരുപാട് താങ്ക്സ് കേട്ടോ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ഞാനിവിടെ ഈ മെസ്സ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പലർക്കും ഇത് അറിയില്ല. അറിയാത്തതുകൊണ്ടായിരിക്കും ഇവിടെ കസ്റ്റമേഴ്സ് വളരെ കുറവായിട്ടാ വരുന്നത്. ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതിന് എന്റെ കയ്യിലും കുറച്ച് കാശ് നിൽക്കുമല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സർക്കിളിൽ വല്ല ബാച്ചലേഴ്സും ഉണ്ടെങ്കിൽ നമ്മുടെ മെസ്സിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? സർ, ഈ ഒരു ഹെൽപ്പ് ചെയ്താൽ വലിയ ഉപകാരമായേനെ. ഒന്ന് പറയോ? തീർച്ചയായിട്ടും. എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനോടെല്ലാം ഞാൻ ഇപ്പൊ തന്നെ പറയാൻ പോവുകയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് സർ. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. ഉച്ചയ്ക്ക് ഇവിടെ അൺലിമിറ്റഡ് മീൽസ് ഉണ്ട്. മീൽസ് മാത്രമല്ല, നോൺ വെജും അൺലിമിറ്റഡ് തന്നെയാണ്. നോൺ വെജ് മീൽസ് 100 രൂപയ്ക്ക് ഏരിയയിൽ എവിടെയും കിട്ടില്ല സർ. ഈ മെസ്സിലേ കിട്ടുള്ളൂ, അതും അൺലിമിറ്റഡ്. ഇന്ന് ലഞ്ചിന് എന്തായാലും നിങ്ങൾ ഇവിടെ തന്നെ വന്ന് കഴിക്കണം. ഞാൻ ഇന്നു മുതൽ ഉറപ്പായിട്ട് ഇവിടുന്ന് ആഹാരം കഴിക്കുള്ളൂ.
ഓക്കെ അല്ലേ? ഉം. ഇന്ന് ഉറപ്പായിട്ടും ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഉം. ഉണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെയാണെന്നും എത്ര ടേസ്റ്റ് ഉള്ളതാണെന്നും അറിയുകയും ചെയ്യാമല്ലോ. ശരി സർ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി ആ. എന്നാ. ഭാഗ്യം. ഇന്ന് പുതിയ കസ്റ്റമറിനെ കിട്ടി. ദിവസവും ഇതുപോലെ പുതിയ പുതിയ കസ്റ്റമേഴ്സ് വന്നാ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് കുറേ കസ്റ്റമേഴ്സിനെ കിട്ടും. ദിവസവും ഒരു 50 പേരെങ്കിലും വന്ന് റെഗുലറായിട്ട് കഴിച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എനിക്ക് ഈ മെസ്സ് നടത്താൻ പറ്റും. എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് കാശുണ്ടാക്കി സമാധാനമായിട്ട് ജീവിക്കാനും പറ്റും. ഹും, നോക്കാം. അതെ, ഉം? ഇവിടെ മെസ്സ് എവിടെയാ ഉള്ളത്? ആ ഇവിടെ തന്നെയാ. ഓ, വീട്ടിൽ തന്നെ നടത്തുകയാണോ അല്ലേ? ആ അതെ അതെ. ഓ, ഇപ്പൊ കഴിക്കാൻ വല്ലതും ടിഫിൻ ഉണ്ടോ? ഉണ്ടല്ലോ, വരൂ. ഇവിടെ ഇരിക്കൂ. ആ, കഴിക്കാൻ എന്താ വേണ്ടത്? ആ, ഇപ്പൊ എന്താ കഴിക്കാൻ ചൂടായിട്ടും ടേസ്റ്റ് ആയിട്ടും ഉള്ളത്? ഇഡ്ഡലിയും ദോശയും ചപ്പാത്തിയും ഉണ്ട്. ഇഡ്ഡലി ഇപ്പൊ ഉണ്ടാക്കിയതേ ഉള്ളൂ, നല്ല ചൂടാണ്. ദോശ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് സമയമെടുക്കും. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കൊണ്ടുവരാം. അയ്യോ, എന്നെ കൊണ്ട് അത്ര നേരം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇഡ്ഡലി ചൂടാണെന്ന് പറഞ്ഞില്ലേ, അതിനെ കൊണ്ടുവന്നേക്ക്. എത്ര ഇഡ്ഡലി നിങ്ങൾക്ക് വേണ്ടേ? ഒരു 4 ഇഡ്ഡലി കൊണ്ടുവരൂ. ശരി, കൊണ്ടുവരാം. ഓക്കെ. ഇതാ, കഴിച്ചോളൂ. നിങ്ങൾക്ക് അകത്തെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ, ഞാൻ കഴിച്ചോളാം. ശരി എന്നാ. ഓക്കെ. ഹാൻഡ് വാഷ് എവിടെയാ ഉള്ളത്? അത് ആ ഭാഗത്താ ഉള്ളെ, പോയി കഴിക്കോളൂ. ആ, ശരി. ഉം? ടിഫൻ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രുചിയുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? അതേന്നെ, എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഓക്കെ. എത്രയായി? 40 രൂപയായുള്ളൂ. 40 രൂപയോ? അതെല്ലോ, 40 രൂപയേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഷോക്കാവുന്നത്? ഒരു ഇഡ്ലിക്ക് 10 രൂപയല്ലേ ഉള്ളൂ. അതിനല്ല, ഇഡ്ഡലി നല്ല ടേസ്റ്റും നല്ല വലിപ്പമുണ്ട്. ഉം. ഹ, അങ്ങനെയുള്ളപ്പോൾ ഇഡ്ഡലി വരും 10 രൂപയ്ക്ക് തരുവാണെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്ന വിലയ്ക്ക് നിങ്ങൾ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? അതൊന്നും ഒരു കുഴപ്പമില്ല. ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോ എല്ലാവരും വയറ് നിറയെ കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ. ഓ, അങ്ങനെയാണല്ലേ. ശരി ശരി. നിങ്ങൾ പറഞ്ഞത് ശരിയാട്ടോ. ഉം, ഇതാ വെച്ചോളൂ. ഉം, ഉം, ശരി, എന്നാ പിന്നെ കാണാവേ. ഉം. ഉം. അതെ, ഒരു മിനിറ്റ്. ആ, എന്താ കാര്യം പറയൂ. അല്ല, ഇന്ന് ഞായറാഴ്ച ആണല്ലോ. ഉം. ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ മെസ്സില് അൺലിമിറ്റഡ് മീൽസ് ഉണ്ട്. 100 രൂപയേ ഉള്ളൂ. ഓഹോ. 100 രൂപയ്ക്ക് അൺലിമിറ്റഡ് നോൺ വെജ് മീൽസ് കിട്ടും. നിങ്ങൾക്ക് വയറ് നിറച്ചും കഴിക്കുകയും ചെയ്യാം. ആഹാ. പറ്റുമെങ്കിൽ ഉച്ചയ്ക്കൊന്ന് വന്ന് കഴിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയോ? എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് ദൂരെയാണുള്ളത്. ഉംഹും. അതുകൊണ്ട് ലഞ്ച് എപ്പോഴും പുറത്താണ് കഴിക്കാറ്. അല്ലെങ്കിൽ ഞാൻ ദിവസേന ഇവിടെ തന്നെ വന്ന് കഴിക്കും. ഉം. ഞാൻ തീർച്ചയായും ലഞ്ചിന് വന്നേക്കാം. ആ, എനിക്ക് ഒരു ഹെൽപ്പും കൂടെ വേണം. ആ, ചോദിക്കുന്നേ. നിങ്ങൾ എന്നോട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഹോട്ടലിൽ കഴിക്കുന്നവരാണെങ്കിൽ അവരോട് ഒന്ന് ഇങ്ങോട്ട് വന്ന് കഴിക്കാൻ പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാന്ന് വെച്ചാ ഇവിടെ കസ്റ്റമേഴ്സ് വന്ന് കഴിക്കുന്നത് വളരെ കുറവാണ്. കുറച്ച് കൂടുതൽ ആളുകൾ വന്നാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താ അത്? ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും മടിച്ചത്? നിങ്ങൾക്കല്ലാതെ ഞാൻ വേറെ ആർക്കാ ചെയ്യുക? നിങ്ങൾ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഉം. എല്ലാവരോടും പറയണം. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു നല്ല ഭക്ഷണം കഴിച്ചതിന് നന്ദിയില്ലാതെ ആയിപ്പോവും. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും പറയാം. ഉം. എന്നെക്കൊണ്ട് എത്രയും കസ്റ്റമേഴ്സ് കൊണ്ടുവരാൻ കഴിയുമോ അത്രയും കസ്റ്റമേഴ്സ് ഞാൻ കൊണ്ടുവരാം. ഉം. ഒരുപാട് താങ്ക്സ്. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാവേ. ഉം.
ശരി, എന്തായാലും പോയി ടിഫിൻ കഴിച്ചേക്കാം. ഇപ്പൊ തന്നെ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങിയാലേ തീർക്കാൻ പറ്റൂ. ഹും. ഹും. എല്ലാ പണിയും ഞാൻ തന്നെ എടുക്കേണ്ടി വരിക. ശരി, വേഗം കഴിച്ചിട്ട് ലഞ്ച് റെഡിയാക്കാം. ഉം. ഹലോ. ആ പറഞ്ഞോ അമ്മേ. സുഖം തന്നെയല്ലേ? ആ, എനിക്ക് സുഖം തന്നെ. നിനക്കെങ്ങനെയാ? ആ എനിക്ക് സുഖം തന്നെയാ അമ്മേ. മോളെ, നമ്മുടെ രാജമാമനില്ലേ, ഉം. അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പയ്യനുണ്ടത്രേ. വളരെ നല്ല പയ്യനാണത്രേ. നന്നായി സമ്പാദിക്കുന്നുണ്ടത്രേ. ആ പയ്യന് നിന്നെ ഒന്ന് ആലോചിച്ചാലോന്നാ ചോദിക്കുന്നത്. ഞാൻ മോളോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. നിന്റെ അഭിപ്രായം എന്താ? ഉം. എന്റെ അമ്മേ, ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന്. അല്ലെങ്കിൽ തന്നെ ഒരു ആക്സിഡന്റിൽ എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, അങ്ങേര് മരിച്ചിട്ട് 2 വർഷമേ ആവുന്നുള്ളൂ. അപ്പോഴേക്ക് എന്നോട് വേറൊരു കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങനെയല്ല മോളെ. ആ പഴയ ജീവിതത്തിൽ നിന്നും നീ പുറത്തു വന്നേ പറ്റൂ. അതുതന്നെ വിചാരിച്ചോണ്ടിരുന്ന നിന്റെ ജീവിതം എന്താവും മോളെ? വയസ്സും നാൾക്കുനാൾ ഏറിക്കൊണ്ടു വരികയല്ലേ. അതുകൊണ്ടാ പറയുന്നു മോളെ, മനസ്സിലാക്കൊന്ന്. അമ്മേ, അതൊന്ന് വിട്ടുകാളാ. ദയവ് ഇത് കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കല്ലേ. എനിക്ക് ഭ്രാന്താവുന്നു. മനസ്സിലായോ? എനിക്കൊന്ന് സമാധാനായിട്ടിരിക്കണം. ഇപ്പോഴാ ഞാനൊരു മെസ്സ് തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു ശല്യമില്ലാണ്ട് എന്നാൽ ആവുന്നത് ഞാൻ ചെയ്യാണ്. എന്നെ എന്റെ പാട്ടിനങ്ങ് വിട്ടേക്ക്. ദയവ് ഇത് കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് എന്നെ ടെൻഷനാക്കല്ലേ അമ്മേ. മനസ്സിലായോ? ഞാനൊന്നും പറയുന്നില്ല മോളെ. ഞങ്ങള് നോക്കുന്ന ചെറുക്കനെ നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പറ. കാരണം നീ ഒറ്റയ്ക്കാണ്. അത് ഓർക്കുമ്പോ തന്നെ എനിക്ക് വല്ലാത്ത പേടിയാ. ശരിയമ്മേ, അത് വിട്ടുകളാം. എന്റെ ജീവിതത്തില് എനിക്ക് എന്താണോ വിധിച്ചിട്ടുള്ളത് അതല്ലേ സംഭവിക്കൂ. അത് കഷ്ടപ്പെടണമെന്നാണെങ്കി പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ പോട്ടെ. അമ്മ സമയത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ സമയത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് മോളെ. നീ അതോർത്ത് വിഷമിക്കണ്ട. ശരിയമ്മേ, അമ്മ ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ശരി മോളെ. അതിരിക്കട്ടെ, അമ്മ എന്തിനാ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെ? അമ്മയ്ക്ക് എന്റെ കൂടെ വന്ന് നിന്നൂടെ? എനിക്ക് സിറ്റി ഒന്നും ശരിയാവില്ല മോളെ. അല്ലെങ്കിൽ പിന്നെ നീ വിളിച്ചാ ഞാൻ ഉടനെ വരില്ലായിരുന്നോ? ശരിയമ്മേ, സൂക്ഷിച്ചോളണേ. ശരി മോളെ. ദിവസവും എന്നെ ഫോൺ ചെയ്യണേ. ശരി മോളെ. പക്ഷെ എന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് മാത്രം പറയരുത്. കേട്ടല്ലോ? സമ്മതിച്ചു. ശരിയമ്മേ, എനിക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ അമ്മയോട് പിന്നെ സംസാരിക്കാം. ആയിക്കോട്ടെ മോളെ. ഉം. മേഡം, മേഡം, ആ ദാ വരുന്നു. മേഡം ഉച്ചയ്ക്കുണ്ടാക്കുന്ന ഫുഡ് നല്ലതാണെന്ന് വന്ന് കഴിക്കാനായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് വന്നതാ. ഊണ് റെഡിയായി മേഡം. ആ, നിങ്ങള് കുറച്ചു നേരം ഒന്ന് ഇരിക്ക്. ഒരു 10 മിനിറ്റില് ഞാൻ റെഡിയാക്കിക്കോളാം. സമയം എടുക്കുന്നെങ്കിൽ പറഞ്ഞാൽ മതി മേഡം. ഇവിടെ അടുത്തെനിക്ക് കുറച്ച് പണിയുണ്ട്. അത് തീർത്തിട്ട് ഞാൻ വരാം. 10 മിനിറ്റിൽ എന്തായാലും റെഡിയാവും. ആ, എന്തായാലും ഇങ്ങോട്ട് വന്നില്ലേ, ഒരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തൂടെ? രസം മാത്രമേ വെക്കാനുള്ളൂ. അങ്ങനെയാണോ? ശരി മേഡം, കുഴപ്പമില്ല. ഞാൻ വെയിറ്റ് ചെയ്തോളാം. ആ ശരി, വന്നോളൂ. നിങ്ങൾ ഇരിക്കട്ടോ. രസം റെഡിയായ ഉടനെ ഞാൻ കൊണ്ടുവരാം. ഓക്കെ മേഡം. സർ, ആ. ഉം. ഇതാ രസം തിളച്ചോണ്ടിരിക്കയാണ്. ആ, നിങ്ങൾ ഇത് കഴിക്ക്. ഉം. ഇന്ന് നിങ്ങൾക്ക് വെജും നോൺ വെജും എന്ത് തന്നെയാണെങ്കിലും എത്ര വേണമെങ്കിലും കഴിച്ചോളൂ. ഉം. എല്ലാം റെഡിയാണ്. ഇന്ന് എല്ലാവർക്കും അൺലിമിറ്റഡ് മീൽസാ. ഒട്ടും മടി കാണിക്കാണ്ട് കഴിച്ചോളണം. ശരി മേഡം. ഉം.
ഫുഡ് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് മാഡം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഉള്ളത് പറഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടിൽ വെക്കുന്ന അതേ ടേസ്റ്റ് പോലെ തന്നെയുണ്ട്. ഉം. ഒരുപാട് താങ്ക്സ്. നിങ്ങള് കഴിച്ചോണ്ടിരിക്കെ. എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ട്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാ മതി. കേട്ടോ? ശരി മാഡം. എല്ലാം കൊള്ളായിരുന്നോ? വളരെ നന്നായിട്ടുണ്ട് മാഡം. വയറ് നിറച്ച് ഞാൻ കഴിച്ചു. നല്ല കാര്യം തന്നെ. ഞാൻ കൈ ഇട്ട് തരാവേ. ഉം. നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടല്ലോ. കറികളുടെ ടേസ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നോ? ഫുഡ് ശരിക്കും അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരും. പിന്നെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അത് ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. അയ്യോ, എന്ത് കാര്യമാണെങ്കിലും ചോദിച്ചോളൂ. പക്ഷേ കടം മാത്രം ചോദിക്കല്ലേ. കാശിന്റെ കാര്യമല്ല ചോദിക്കാൻ വന്നേ. മാഡം എത്ര നാളായി ഇവിടെ ഈ മെസ്സ് തുടങ്ങിയിട്ട്? കുറച്ച് ദിവസം മുമ്പായിരുന്നോ ഈ മെസ്സ് ഞാൻ തുടങ്ങിയത്. ഉം. ശരിക്കും 1 മാസം പോലും ആയിട്ടില്ല. ആ. കാണുമ്പോ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഓ ഇപ്പോ ഒരു ദിവസം 4 പേരൊക്കെ വന്ന് കഴിക്കുന്നുള്ളൂ. ഓ അങ്ങനെയാണോ? മാഡം എവിടുത്തെ ഏരിയ? ഞാൻ വയനാട്ടീന്നാ. അത് സിറ്റിയാണോ അതോ ഇവിടെ അടുത്തെങ്ങാനോ ആണോ? വയനാട്ടീന്ന് ഒരു 10-15 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമം ഉണ്ടാവും. അപ്പോ മാഡം ഒറ്റയ്ക്ക് തന്നെയാണോ ഈ മെസ്സ് നടത്തുന്നത് അതോ ആരെങ്കിലും ഹെൽപ്പിന് വെച്ചിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ ഒറ്റയ്ക്കാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ. ജോലിക്ക് ആളുകളെ വെച്ചാ പിന്നെ ഉം. മുതലാവില്ല. ആരെങ്കിലും ഒരു ഹെൽപ്പിന് വെക്കായിരുന്നെങ്കിൽ മാഡത്തിനെ കുറച്ച് പണി ഈസി ആയേനെ. ഈ മെസ്സിന്ന് കിട്ടുന്ന ലാഭം എനിക്ക് തന്നെ തികയാറില്ല. ഉം. സഹായത്തിന് ഒരാളെ പണിക്ക് വെക്കുകയാണെങ്കിൽ ശമ്പളം കൊടുക്കാൻ തന്നെ ഞാൻ ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാ ഞാൻ ആരെയും പണിക്ക് വെക്കാത്തെ. ആ അതെ അതെ മാഡം പറഞ്ഞത് ശരിയാണ്. നിങ്ങളെന്താ ചെയ്യുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനൊരു ചെറിയ കമ്പനി ജോലി ചെയ്യാണ്. ഉഹും. മാസം 30,000 രൂപ ശമ്പളം കിട്ടും. ഇവിടെ ഞാൻ അടുത്തൊരു റൂം എടുത്താണ് താമസിക്കുന്നത്. ഹോട്ടലിൽ നിന്നായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. അവിടുന്ന് കഴിച്ച് കഴിച്ച് നാവിന്റെ രുചിയൊക്കെ പോയി മാഡം. നല്ല ഫുഡ് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു. ഈ ഹോട്ടൽ ഫുഡിൽ നിന്ന് ഒരു രക്ഷയുണ്ടാവില്ലെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത്. ആ സമയത്താണ് ഭാഗ്യവശാൽ മാഡത്തിന്റെ മെസ്സിനെ പറ്റി ഞാൻ കേട്ടത്. ഉം. ഫുഡ് കഴിച്ചപ്പോ ശരിക്കും എന്റെ അമ്മ വെക്കുന്ന അതേപോലെ തന്നെയുണ്ട്. മാഡം ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? വേറെ ആരും ഈ വീട്ടിലില്ലേ? ആ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞായിരുന്നോ? അത് പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞതാ. കുറച്ചു മാസം കഴിഞ്ഞപ്പോ അങ്ങേര് മരിച്ചു. അങ്ങനെയാണോ? എന്താ സംഭവിച്ചേ? കഴിഞ്ഞ വർഷം അങ്ങേര് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ലോറി അങ്ങേര് വന്നുകൊണ്ടിരുന്ന വാനിൽ ഇടിച്ച് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ആ വാനിൽ ട്രാവൽ ചെയ്ത് ഒരുപാട് പേര് മരിച്ചുപോയി. മരിച്ചവരിൽ എന്റെ ഭർത്താവും ഉണ്ടായിരുന്നു. അയ്യോ പിന്നെന്താ പറ്റിയത്? ഉം. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഒറ്റയ്ക്കെന്നെയാ ജീവിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഈ മെസ്സ് നടത്തി ജീവിക്കേണ്ട ഗതികേടാ. അല്ല നിങ്ങക്ക് കുട്ടികളാരുമില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം പോലും ആയിരുന്നില്ല. അപ്പോഴേക്കും ആക്സിഡന്റ് ആയി അദ്ദേഹം മരിച്ചു. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കാന്ന് വിചാരിച്ചിരുന്നതാ. പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ ഇങ്ങനെയായി. സോറി, ഞാൻ നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചു വിഷമിപ്പിച്ചു അല്ലേ? എന്നോട് ക്ഷമിക്കൂ. സോറി, ചോദിച്ചാൽ എന്നോട് ക്ഷമിക്കേ. അത് സാരമില്ല, പോട്ടെ. അല്ല, നിങ്ങളുടെ ഫാമിലിയൊക്കെ എവിടെയാ ഉള്ളെ? എൻ്റെ ഫാമിലി ആരും ഇവിടെ ഇല്ല. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, പക്ഷെ അവർ രണ്ടുപേരും മരിച്ചുപോയി. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഒരു ചേച്ചിയുണ്ട്, ചേച്ചിയുടെയും കല്യാണം കഴിഞ്ഞു. ശരിയെന്നാ ഞാൻ ഇറങ്ങാണ്, സമയമായി. എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്. നിങ്ങൾ പോയിട്ട് വരൂ. ദിവസവും ഇവിടെ തന്നെ വന്ന് കഴിക്കണേ. ഉം. നിങ്ങൾ ഓരോ തവണ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് കാശ് തരുന്നതിലും ആ. ഭേദം നിങ്ങൾക്ക് വേണമെങ്കിൽ മാസത്തിലൊരു അക്കൗണ്ട് വെച്ചൂടെ? അതിനൊക്കെ പ്രശ്നമൊന്നുമില്ല മാഡം. ഞാനൊരു മാസ ശമ്പളക്കാരനായതുകൊണ്ട് എൻ്റെ കയ്യിൽ എപ്പോഴും കാശുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാസം ഒരുമിച്ച് തരുന്നതാണ് എനിക്ക് നല്ലത്. അല്ല, മാസത്തിൽ എത്ര ആവുമെന്ന് പറഞ്ഞെങ്കിൽ ഞാനത് തരാമായിരുന്നു. ആ, മാസത്തിൽ 6000 രൂപയായിരിക്കും. ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് 100 രൂപയാണ്. രാവിലത്തെ ഉം. ടിഫിനും രാത്രിയിലെ ടിഫിനും രണ്ടിനും ചേർത്ത് 100 രൂപയാ. അതുകൊണ്ടാ മാസത്തിൽ 6000 ഉം. ചോദിക്കുന്നത്.
നിങ്ങളുടെ ഈ ഭക്ഷണത്തിന് 6000 അല്ല 60,000 വേണമെങ്കിലും തരാം. അത്ര നല്ല ടേസ്റ്റോടെയല്ലേ മാഡം ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ഞാൻ അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും തരണോ? തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇപ്പോഴല്ലേ മെസ്സ് തുടങ്ങിയത്. ഓ. അതുകൊണ്ട് എന്റെ കയ്യില് വലുതായിട്ട് കാശൊന്നുമില്ല. അപ്പൊ നിങ്ങള് അഡ്വാൻസ് തരുവാണെങ്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കുമായിരുന്നു. ശരി, ഓക്കെ. നാളെ ഞാൻ കഴിക്കാൻ വരുമ്പോ ഞാൻ മാഡത്തിന് അഡ്വാൻസ് തരാം. പക്ഷെ എത്രയാണെന്ന് പറഞ്ഞില്ലല്ലോ. 3000 തന്നാ മതിയായിരിക്കും. ബാലൻസ് നിങ്ങള് പിന്നെ തന്നാലും മതി. ശരി, ഞാൻ ഇറങ്ങാണേ. ഉം. എന്ത് നല്ല മനുഷ്യനാ അത്. ഇങ്ങനെ കാരണം ഒരു 4-5 കസ്റ്റമറേയും കൂടെ കിട്ടിയാ അത് തന്നെ ധാരാളം. പിന്നെ ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല. ഉം. എന്താ മാഡം ഉം. എനിക്ക് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ആ, എന്താ ഭക്ഷണം റെഡിയല്ലേ? അൺലിമിറ്റഡ് മീൽസ് ആണെന്ന് എന്നെ ഒരുപാട് കൊതിപ്പിച്ചു നിങ്ങള്. ഉം. അതുകൊണ്ടാണ് ഇന്നൊരു പിടി പിടിക്കാൻ വന്നതാ. നമ്മുടെ അടുത്ത് നോൺ വെജും ഉണ്ടല്ലേ? ആ, അൺലിമിറ്റഡ് മീൽസ് റെഡിയാണ്. കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്നെ എങ്ങനെയുണ്ടെന്ന് പറ. ശരി. ശരി, വരൂ. ആ, ഇരിക്കൂ. ശരി ശരി, പോയി പെട്ടെന്ന് കൊണ്ടുവരൂ. ആ. എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ഉം. നിങ്ങൾ അവിടെ കൊടന്ന് വെച്ചാൽ മതി, ഞാൻ മുഴുവനും കഴിച്ചേക്കും. ആഹാ. വിശപ്പിൽ വയറ് കാളിയിട്ട് വയ്യ. ശരി ശരി, ഒന്ന് വെയിറ്റ് ചെയ്യണേ. 2 മിനിറ്റ്, ഞാൻ ഇപ്പൊ എല്ലാം കൊണ്ടുവരാം. ഉം. ഉം. നിക്ക്, ഞാൻ തന്നെ വിളമ്പാം. ഉം. അയ്യോ, എന്താ ഇത്? അയ്യോ, പൊള്ളിപ്പോയോ? കറി ഞാൻ ഇപ്പൊ അടുപ്പിന്ന് ഇറക്കിയതേ ഉള്ളൂ. ഇതാ, നിങ്ങൾ ഈ വെള്ളം കുടിക്ക്. ഇതാ, ഇത്ര ധൃതി പിടിച്ചാണോ കഴിക്കുന്നത്? ആ, എന്റെ അമ്മോ, ടേസ്റ്റ് ശരിക്കും കലങ്ങി കേട്ടോ. അയ്യോ, സൂക്ഷിച്ച്, നല്ല ചൂടുണ്ട്. വീണ്ടും പൊള്ളിപ്പോവും, നോക്കി കഴിക്ക്. അത് എനിക്ക് വിശപ്പ് കാരണം ഒന്നും അറിയുന്നില്ലെന്നേ. എന്റെ വിശപ്പിന് ഈ സ്പീഡിന് വളരെ കുറവാ. അയ്യോ. ശരി, നിങ്ങൾ കഴിച്ചോണ്ടിരിക്ക്. എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാ മതി, ഞാൻ കൊണ്ടുവരാം. അതെ, ചിക്കന്റെ കറി തീർന്നു, ഒന്ന് വേഗം എടുത്തിട്ട് വരുമോ? ആ ആ, ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഇപ്പൊ കൊണ്ടുവരാം. ഇതാ. ഇനി ഇതുപോലെ എന്ത് വേണമെങ്കിലും എന്നോട് മടിക്കാണ്ട് ചോദിച്ചോളൂ. ഇന്ന് ചോറാണെങ്കിലും കറികളാണെങ്കിലും എല്ലാം അൺലിമിറ്റഡ് ആണ്. ഓക്കെ അല്ലേ? ആ ശരി, ഇന്ന് എന്നെ കൊണ്ട് എത്രയും കഴിയും അത്രയും കഴിക്കാം. ഉം. എന്റെ അമ്മോ, ശരിക്കും നല്ല രുചിയുണ്ട്. കറി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവണം. അതെ, ആ. ഒന്നിങ്ങോട്ട് വരുമോ? ഉം. പറഞ്ഞോളൂ. ഷാപ്പാട് നല്ല രുചിയുണ്ടായിരുന്നു. ഇതാ കാശ്. നിങ്ങള് ഫ്രണ്ട്സിനോടൊക്കെ മെസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? എനിക്കറിഞ്ഞ എല്ലാവരോടും ഞാൻ പറഞ്ഞു. നാളെ തൊട്ട് എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ വരിക്കാൻ നിൽക്കും. ഓക്കെ അല്ലേ? ആ. ഇതുപോലത്തെ രുചിയുള്ള ഭക്ഷണം പുറത്ത് എവിടെയും കിട്ടില്ല. ഇക്കാലത്തിലും അൺലിമിറ്റഡ് മീൽസ് കൊടുക്കാൻ നല്ല മനസ്സ് വേണം. നിങ്ങൾക്ക് ശരിക്കും വലിയ മനസ്സാണ്. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ നാട് എവിടെയാണ്? എന്റെ നാട് വയനാടാണ്. ഓ, അതിരിക്കട്ടെ, നിങ്ങൾ എവിടുന്നാ? എൻ്റെ നാട് ഇവിടെ അടുത്താ, ട്രിവാൻഡ്രം. എവിടെയാ നിങ്ങൾ ജോലി ചെയ്യുന്നേ? ഞാൻ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഉം. എനിക്ക് മാസം ഒരു 1.5 ലക്ഷം ശമ്പളം കിട്ടും. ഉം. എത്രയും പെട്ടെന്ന് ഫോറിനിലേക്കും പോകും. എൻ്റെ ഓഫീസിൽ എന്നെ പാരീസിലേക്ക് അയക്കാനുള്ള പ്ലാനാ. പാരീസോ? അത് കൊള്ളാലോ. നല്ല ജോലിയായിരിക്കുന്നു തോന്നുന്നു. അതേന്നേ, നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു കുറവുമില്ല. ഉം. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങളുടെ ഫാമിലി? ഞാൻ മാത്രമേ ഉള്ളൂ. അമ്മ നാട്ടിലാ ഉള്ളെ. ആണോ? നിങ്ങൾ കല്യാണം കഴിച്ചോ? കഴിഞ്ഞതാണ്.
നിങ്ങളുടെ ഹസ്ബൻഡ് എന്താണ് ജോലി ചെയ്യുന്നത്? അങ്ങേര് ജീവനോടെ ഇല്ല. ആ, അയ്യോ, അങ്ങനെയാണോ? ഉം. എങ്ങനെയാ മരിച്ചത്? അമ്പലത്തിൽ പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റ് ആയിട്ട് അങ്ങേര് മരിച്ചുപോയി. എന്റെ ദൈവമേ, എന്നോട് ക്ഷമിച്ചേക്കൂ. ഞാൻ അറിയാതെ സംസാരിച്ച് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് എന്നോടിത് ചോദിച്ചിട്ടുണ്ട്. അവരോട് മറുപടി പറഞ്ഞ് എനിക്ക് ശീലമായതാ. അതിരിക്കട്ടെ, നിങ്ങളുടെ അച്ഛനും അമ്മയോ? അച്ഛനും അമ്മയും രണ്ടുപേരും നാട്ടിലാ ഉള്ളത്. ഓ. അവർക്കൊന്നും ഇവിടെ സെറ്റ് ആവില്ലെന്നേ. ഉം. ഞാനിവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കുക. അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആ. നിങ്ങൾ തീർച്ചയായും വീട്ടിലേക്ക് വരണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലേക്കോ? ആ, നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ എന്തിനാ വരുന്നത്? എനിക്കും ഇവിടെ ആരും ഇല്ലല്ലോ. നിങ്ങൾ വരികയാണെങ്കിൽ എനിക്ക് പറയാനും സംസാരിക്കാനൊക്കെ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. ശരി, എന്തായാലും നോക്കാം. പക്ഷേ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടേക്ക് ദിവസവും വരണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മെസ്സിലേക്ക് ദിവസവും ഭക്ഷണം കഴിക്കാൻ വരണമെന്നാ പറഞ്ഞത്. ഓ, നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമായിരുന്നല്ലേ? സൂപ്പർ കേട്ടോ. ശരി ശരി, എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഇനിയും കസ്റ്റമേഴ്സ് വേറെ വരാനുണ്ടേ. അവർക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. ഇന്ന് അൺലിമിറ്റഡ് നോൺ വെജ് കഴിക്കാൻ വന്ന ആദ്യത്തെ കസ്റ്റമർ ഞാനാണല്ലേ? അല്ല അല്ല, നിങ്ങൾക്ക് മുമ്പേ ഒരാള് വന്നു പോയിരുന്നു. ജസ്റ്റ് ഇപ്പൊ കഴിച്ചിട്ട് പോയേ ഉള്ളൂ. അദ്ദേഹം പോയപ്പോ തന്നെ നിങ്ങളും വന്നു. ഉം ഹും. സമയം ഇതുവരെ 1 മണി ആയിട്ടില്ലല്ലോ. 1:30 മണിക്ക് എല്ലാവരും വരാൻ തുടങ്ങും. ഓ, ശരി ശരി. എന്നും ഒരു 12:30ക്കൊക്കെ ഞാൻ ഭക്ഷണം റെഡിയാക്കാറുള്ളതാ. പക്ഷേ കസ്റ്റമേഴ്സ് വരാൻ ഒരു 1-1:30 മണിയൊക്കെ ആവും. ഓക്കെ, എന്നാ ശരി, പിന്നെ ഉം. കാണാവേ. ആ, പോയിട്ട് വരൂ. ഉം. എടാ അളിയാ, നീ ഇപ്പൊ എവിടെ ഉള്ളത്? എടാ, ഞാൻ ഇവിടെ റൂമിലാ. നീ എവിടെയാ ഉള്ളത്? എടാ ഞാനിപ്പോ നാട്ടിൽ വരെ വന്നതാ. നീ എന്താ എന്നോടൊന്നും പറയാത്തെ? അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് ഫോൺ വന്നിരുന്നു. അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നേരത്തെ തന്നെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാ. ഉം ഹും. പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ കുറെ നാളായിട്ട് മാറ്റി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ കുറച്ച് ക്രിട്ടിക്കലായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറയുന്നത്. ഞാൻ എന്തായാലും അവിടേക്ക് എത്താൻ 1 മാസമാവും. എന്നാ ശരി, നീ അമ്മയുടെ കൂടെ ഇരുന്നേ അവരെ സൂക്ഷിച്ച് നോക്കിയോ കേട്ടോ. ശരിയടാ. അവനപ്പോൾ 1 മാസം ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും മെസ്സിലുള്ള പെൺകുട്ടിയോട് സംസാരിച്ച് അവളെ പിക്കപ്പ് ചെയ്ത് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എൻജോയ് ചെയ്തേക്കാം. ഒന്ന് ശ്രമിച്ച് നോക്കാം. സെറ്റായോ ഓക്കെയാ, അല്ലെങ്കിൽ വിട്ടേക്കാം. ചെറുപ്പക്കാരിയാണ്, കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും സംസാരിച്ച് പ്രണയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്തേക്കാം. ശ്രമിച്ച് നോക്കാം. ഹലോ, അമ്മ പറഞ്ഞോളൂ. എന്താ മോളെ, ഭക്ഷണം കഴിച്ചോ? അമ്മ കഴിച്ചു. അമ്മ കഴിച്ചോ? ഞാൻ കഴിച്ചു മോളെ. എനിക്ക് എപ്പോഴും നിന്നെ ഓർത്ത പേടിയാവുക. കിടന്ന ഉറക്കമൊന്നും വരുന്നില്ല. ആലോചിക്കുമ്പോ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. അമ്മ, എന്താ ഇതൊക്കെ? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ഈ പ്രായമായ കാലത്ത് ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങിക്കൂടെ? ഇല്ല മോളെ, നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് മനസമാധാനായിരിക്കായിരുന്നു. ഇതുപോലെ തന്നെയല്ലേ എന്നെ നേരത്തെയും കെട്ടിച്ചു വിട്ടത്. എന്നിട്ടിപ്പോ എന്റെ ജീവിതം എന്തായെന്ന് കണ്ടില്ലേ? ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടണമെന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണം. പതുക്കെ പതുക്കെ എന്റെ പഴയ ലൈഫിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കാം അമ്മേ. ശരി മോളെ, നന്നായി ആലോചിച്ച് എനിക്കൊരു നല്ല മറുപടി താനി. മനസ്സിലായോ? ശരി അമ്മേ, അമ്മ വിഷമിക്കാണ്ടിരിക്കുക. ശരി മോളെ. എന്താ മോനെ, സുഖാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല. ആ മാരേജ് ബ്രോക്കർ മാണിക്യൻ ചേട്ടനെ കണ്ടായിരുന്നു. ഒരു നല്ല ആലോചന കയ്യിലുണ്ടെന്നാ പറഞ്ഞ്. നല്ല പെണ്ണാണത്രേ, നന്നായി പഠിച്ചിട്ടുണ്ടത്രേ. അവള് കൊച്ചിനില് ഏതോ കമ്പനിയിൽ ജോലി നോക്കുകയാണത്രേ. മാസം ഏകദേശം 20,000 സമ്പാദിക്കുന്നുണ്ടെന്നാ കേട്ട്. നിന്റെ അഭിപ്രായം എന്താ? നിനക്ക് വേണ്ടി ആലോചിക്കട്ടെ?
ഇല്ല ചേച്ചി, വേണ്ട. ഞാൻ ഇവിടെ ഒരു പെണ്ണെ കണ്ടുണ്ട്. ആ പെണ്ണെനിക്ക് സെറ്റാവുമെന്ന് തോന്നി ചേച്ചി. എന്താടാ നീ പറയുന്നത്? ഏതാ ആ പെണ്ണ്? ഞാൻ താമസിക്കുന്ന റൂമിനടുത്തായിട്ട് ഒരു മെസ്സ് നടത്തുന്ന പെണ്ണാ. മെസ്സ് നടത്തുന്ന പെണ്ണാണെന്നോ? അവളിവിടെ ഒറ്റയ്ക്കാ താമസം. ആ? അവളുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ്. അതുകൊണ്ട് ആ പെണ്ണിന് ഒരു ജീവിതം കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. എടാ, എന്താ നീ പറയുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചതാന്ന് പറയുന്നു. അങ്ങനെ ഒരു പെണ്ണിനെയാണോ നിനക്ക് കിട്ടിയുള്ളൂ? നീ എന്താ പിച്ചും പേയും പറയാണോ? അതെ ചേച്ചി, ഇതുപോലെ ജീവിതം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന് ജീവിതം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ കല്യാണം കഴിക്കാൻ അവക്ക് സമ്മതാണോ? ഞാനിതുവരെയായിട്ട് അവളുടെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല. നാളെ ഞാൻ കഴിക്കാൻ ചെല്ലുമ്പോൾ ഇക്കാര്യം സംസാരിക്കാമെന്ന് കരുതിയിരിക്കുക. നീ എന്താടാ ഈ പറയുന്നത്? നീ ചെയ്യുന്ന ജോലിക്കും നിന്റെ വിദ്യാഭ്യാസത്തിനും നിനക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടും. അല്ലാതെ നീ ഇങ്ങനെയൊക്കെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ അവൾക്കാണെങ്കിൽ നീ രണ്ടാമത്തെ ഭർത്താവായിരിക്കും. ആദ്യം നീ അത് മനസ്സിലാക്ക്. ഇതൊന്നും അത്ര ശരിയല്ല. അതല്ലേ ചേച്ചി, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടത്. ഞാനൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ കിട്ടുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഉം, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഇനി നിന്റെ കല്യാണ കാര്യത്തിൽ ഞാൻ തലയിടില്ല. എല്ലാം നല്ല ആലോചിച്ചും കണ്ടും വേണം ചെയ്യാൻ. ഞാൻ വെക്കണേ. ശരി ചേച്ചി. നാളെ കഴിക്കാൻ പോകുമ്പോൾ ഈ കല്യാണക്കാരി ഞാൻ ഉറപ്പായിട്ടും അവളോട് പറയും. അതിനവള് എന്താ മറുപടി പറയാൻ പോകുന്ന അറിയില്ല. പക്ഷേ അവൾ പോസിറ്റീവായിട്ടൊരു മറുപടി പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാകും. അതേ, വീട്ടിലാരും ഇല്ലേ? അകത്തേക്ക് വന്നോട്ടെ. ആ നിങ്ങളാണോ? വരൂ വരൂ, അകത്തേക്ക് വരൂ. എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് കഴിക്കാൻ ഇഡലി മതി. ശരി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇതാ കഴിച്ചോളൂ. ഉം. 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 ഇന്നലെ കാശിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാനിപ്പോൾ അഡ്വാൻസ് ചെയ്തേക്കാം. ഉം. ഗൂഗിൾ പേ ചെയ്താൽ പോരെ? ഉം. അയച്ചിട്ടുണ്ടേ. ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ, എന്നോടോ? എന്നോട് എന്ത് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നോ? അതിന് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ അറിയാവുന്നേ? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളിവിടെ കഴിക്കാൻ വന്നിട്ട് ഒരാഴ്ച പോലും ആയി കാണില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? ആ പറഞ്ഞത് ശരിയാ. നിങ്ങൾ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല സുന്ദരിയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റം വളരെ സൗമ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമായത്. ഉം. പിന്നെ നിങ്ങൾ എന്നോടൊരു വിഡോ ആണെന്നും പറഞ്ഞില്ലായിരുന്നോ? എനിക്ക് ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിക്കണം. അങ്ങനെ ഒരാൾക്ക് ജീവിതം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിച്ചേ. നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കാം. എൻ്റെ ചേച്ചിയോടും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കല്യാണം നടത്തുകയും ചെയ്യാം. നിങ്ങൾ എന്നെ കണ്ടിട്ട് ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്കൊരു ജീവിതം തരാന്ന് പറയുന്നു. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അതിന് എന്താ അറിയാവുന്ന? നിങ്ങൾ എന്നോടുള്ള സഹതാപം കൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്നെ കൊണ്ട് ഇപ്പൊ ആരെയും കല്യാണം കഴിക്കാൻ പറ്റില്ല. നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാനൊരു നല്ല കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. മാസം എങ്ങനെ നോക്കിയാലും ഒരു 30,000 രൂപ ശമ്പളമായിട്ട് കിട്ടും. അതുമാത്രമല്ലാതെ സൈഡ് വരുമാനമായിട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാലും ഒരു 10,000 രൂപ കൂടുതൽ കിട്ടും. എങ്ങനെയൊക്കെ നോക്കിയാലും മൊത്തത്തിൽ ഒരു 40,000 രൂപയോളം മാസത്തെ വരുമാനമായിട്ട് കിട്ടും. നിങ്ങളെന്നെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ ശമ്പളം കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ജീവിക്കാം. ഞാൻ നിങ്ങളെ റാണിയെപ്പോലെ നോക്കിക്കോളാം. നിങ്ങൾ ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുത്താൽ മതി. എന്തായാലും ഞാൻ മറുപടിക്കായി കാത്തിരിക്കും. ഞാനിന്ന് ഇറങ്ങട്ടെ. ഇനി നിങ്ങൾ പോസിറ്റീവായിട്ട് പറഞ്ഞാലും നെഗറ്റീവായിട്ട് പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ. കാരണം എനിക്ക് നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം വളരെ ഇഷ്ടമായി. ഇത്രയും ദിവസം നിങ്ങളുണ്ടാക്കി തന്ന ഭക്ഷണം ഞാൻ കഴിച്ചില്ലേ? ഇനി നിങ്ങൾ കല്യാണം കഴിച്ച് ജീവിതാവസാനം വരെ നിങ്ങളുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉം.
ശരി, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഉം. ആ. ഹും. ഇങ്ങേരിതെന്താ പെട്ടെന്ന് എന്നെ കല്യാണം കഴിക്കാന്നൊക്കെ പറയുന്നു. അമ്മയാണെങ്കി ഒരു ഭാഗത്ത് എന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് ടോർച്ചർ ചെയ്യാണ്. ഇങ്ങേരാണെങ്കി പരിചയപ്പെട്ടിട്ട് ഒരാഴ്ചയാവുമ്പോഴേക്കും എന്നെ കല്യാണം കഴിക്കണമെന്നും നന്നായിട്ട് നോക്കുമെന്നൊക്കെ പറയുന്നു. ഇങ്ങേർക്ക് സത്യമായിട്ട് എന്നെ ഇഷ്ടമാണോ അതോ എന്നെ യൂസ് ചെയ്യാൻ നോക്കുകയാണോന്ന് അറിയില്ലല്ലോ. ഏ, ആയിരിക്കില്ല. അങ്ങേരെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ വല്ലോ ആണെങ്കിൽ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയില്ലല്ലോ. ശരി, എന്ത് തന്നെയാണെങ്കിലും ആലോചിച്ച് പതുക്കെ ഒരു തീരുമാനം എടുക്കാം. ഹും. ആ എന്താ മാഡം, ഉം. എന്തോ വലിയ ആലോചനയിലാണല്ലോ. ഓ, നിങ്ങളായിരുന്നോ? വരൂ വരൂ, അകത്തേക്ക് വരൂ. എന്താ മാഡം കഴിക്കാൻ ചൂടായുള്ളത്? ആ, ചൂടായിട്ട് ഇഡ്ഡലി ഉണ്ട്. ശരി ശരി, വേഗം എടുത്തു വെക്കോ. എന്താണെന്നറിയില്ല, നല്ല വിശപ്പുണ്ടെന്ന്. ശരി, നിങ്ങൾ ഇരിക്കും, ഞാൻ ഉം. കൊണ്ടുവരാം. ഇതാ, നല്ല വിശപ്പുണ്ടെന്നല്ല പറഞ്ഞത്, കഴിച്ചോളൂ. ഉം. ഉം. ഞാൻ നിങ്ങളുടെ മെസ്സിൽ മന്ത്ലി ബേസ് ചേരാമെന്ന് വിചാരിക്കുന്നു. ഉം. അതിനുള്ള അമൗണ്ട് ഞാൻ ഫോൺ പേ ചെയ്തേക്കാം. ഹ, ഇതാ അയച്ചു. ഉം. പകുതി എമൗണ്ട് ഇപ്പോൾ അയച്ചിട്ടുണ്ട്, പകുതി മന്ത് എൻഡിൽ തരാം. ഒരുപാട് താങ്ക്സ് കേട്ടോ. അതെ, ഇതിനൊക്കെ എന്തിനാ താങ്ക്സ്? നിങ്ങൾക്ക് എന്തെങ്കിലും കാശ് അർജന്റായി ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും റെഡിയാണ്. ഓക്കെ അല്ലേ? അതൊന്നും സാരമില്ല. എന്തിനാ അതൊക്കെ? എന്തിനാ ഇങ്ങനെ മടിക്കുന്നേ? എന്തുണ്ടെങ്കിലും മടിക്കാതെ ചോദിച്ചാൽ മതി. ഉം. ശരി. അതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം. ഒന്ന് ഇരിക്കോ? ആ, ഇല്ല, കുഴപ്പമില്ല, നിങ്ങൾ അതെ, പറഞ്ഞു. ഒന്ന് ഇരിക്കുന്നേ, നമുക്ക് സംസാരിക്കാം. ഉം. എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ആ, രണ്ടുപേരും കല്യാണം കഴിക്കാം. എന്താ, ഓക്കെ ആണോ? കല്യാണോ? എന്നെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളെന്ന് എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരാളുടെ പെരുമാറ്റം മതി അവരാരാന്നറിയാൻ. നിങ്ങൾ ശരിക്കും ഒരു നല്ല പെൺകുട്ടിയാണ്. ഇതല്ലാതെ ഒരാൾക്ക് വേറെ എന്താ വേണ്ടത്? ഉം. നിങ്ങളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്തെ ഒരു ബോൾ പോലെ എടുത്തുകൊണ്ടുവന്ന് നിങ്ങളുടെ കാൽ കീഴിൽ വെക്കും. അയ്യോ, നിങ്ങൾ ഒരുപാട് സിനിമ കണ്ടിട്ട് സംസാരിക്കാണെന്ന് തോന്നുന്നു. എന്തൊക്കെ ഡയലോഗ് അടിയാ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ ഇതുപോലത്തെ ഡയലോഗൊക്കെ ഓട്ടോമാറ്റിക്കായി വരുന്നുണ്ട്. ഞാൻ IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. മാസം എനിക്ക് 1,00,000 രൂപയാണ് ശമ്പളം. അതുമാത്രമല്ല, നാട്ടിൽ എൻ്റെ പേരിൽ ഒരു വീടുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്ന ഏരിയ തന്നെ സ്വന്തമായിട്ട് എൻ്റെ പേരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് കാറ് പോലും ഉണ്ട്. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ ആ കാറിൽ മഹാറാണിയെ പോലെ ഇരുത്തി സിറ്റി മുഴുവൻ ചുറ്റിക്കാണിക്കും. എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് പോകാൻ പറ്റും. നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാം. ഞാൻ നിങ്ങളെ മഹാറാണിയെ പറഞ്ഞ് നോക്കിക്കോളാം. നിങ്ങൾ ഓക്കെ മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് ഇപ്പം തന്നെ കെട്ടാം. എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, നിങ്ങൾ പെട്ടെന്നിങ്ങനെ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയണ്ടേ? ഉം. എനിക്കൊന്ന് ആലോചിക്കണം. ഈ കാര്യത്തിൽ ഇപ്പോൾ ആലോചിക്കാൻ എന്താ ഉള്ളത്? എനിക്ക് മാസം 1,00,000 കിട്ടുന്നുണ്ട്. കാറ്, വീട്, കുറേ സ്വത്തുകളുമുണ്ട്. ഇതൊക്കെയുള്ള എന്നെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങൾ മിസ് ചെയ്താൽ പിന്നെ ലൈഫ് ലോങ് നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. പെട്ടെന്ന് ഓക്കെ പറയുന്നേ, കല്യാണം കഴിക്കാം. ഓക്കെ അല്ലേ? എനിക്ക് കുറച്ച് സമയം വേണം. ലൈഫിന്റെ കാര്യമല്ലേ? ശരി, ഓക്കെ. എന്താ ഇത്? രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങേരാണെങ്കിൽ മാസം 40,000 ഉണ്ടാക്കുന്നത്. ഇങ്ങേരാണെങ്കിൽ മാസം 1,50,000 ഉണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരെയും കാണാൻ ഏകദേശം ഹീറോയെ പോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ ജീവിതത്തിന്റെ കാര്യം എന്ന് വരുമ്പോൾ ലൈഫിൽ സെറ്റിലായ ഒരാളുടെ കൂടെയല്ലേ പറ്റുള്ളൂ. എന്നാ അങ്ങേരുടെ ക്യാരക്ടർ ആണെങ്കിൽ ഒരു ശാന്തനും വിനയമൊക്കെ ഉള്ള നല്ലൊരാളായിട്ട് തോന്നുന്നു. എന്നാൽ ഇയാളെ കാണുമ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ആവേശമൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രായത്തിൽ തന്നെ 1,50,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ പ്രൊമോഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് പാരീസിൽ പോയി സെറ്റിലാവുന്നൊക്കെയാ പറഞ്ഞത്. അദ്ദേഹത്തെ കല്യാണം കഴിച്ചാ എനിക്കും ഫോറിനിലേക്ക് പോയി സെറ്റിലാവാലോ.
ഇവിടെ തന്നെ അങ്ങേർക്ക് ഒരു വീടും കാറും ഫ്ലാറ്റൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. എന്നാൽ അങ്ങേർക്ക് ഇതൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ എനിക്ക് കഷ്ടപ്പാടാണ്. അങ്ങേര് കല്യാണം കഴിച്ചാ കല്യാണത്തിന് ശേഷവും ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. ശരി, രണ്ടുപേരോട് സമയം ചോദിച്ചിട്ടുണ്ടല്ലോ, നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം. എന്തായാലും കാര്യം പറഞ്ഞല്ലോ. അവൾ ഓക്കെ പറയുകയാണെങ്കിൽ അവളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. അവൾ ഇപ്പം തന്നെ ഒരുപാട് സങ്കടത്തിലാണ്. അവളെ ആ സങ്കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് ചെയ്യണം. രണ്ടുപേരും എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടുപേരിൽ ആരോടാ ഞാൻ ഓക്കെ പറയുക? ആദ്യം പ്രപ്പോസ് ചെയ്ത ആളോട് ഓക്കെ പറഞ്ഞാൽ കല്യാണത്തിന് ശേഷവും മിഡിൽ ക്ലാസ് ലൈഫ് തന്നെ ആയിരിക്കും. എന്നാൽ രണ്ടാമത് പ്രപ്പോസ് ചെയ്ത ആളോട് ഓക്കെ പറഞ്ഞാൽ സന്തോഷകരമായ ഒരു ലൈഫായിരിക്കും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ അങ്ങേർക്ക് 1,50,000 രൂപ ശമ്പളമുണ്ട്. അയാൾ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻ കിട്ടി ഫോറിനിൽ ഒരു ജോലിയും കിട്ടിക്കഴിഞ്ഞാലോ എനിക്കും അവിടെ തന്നെ പോയി സെറ്റിൽ ആവാലോ. അയ്യോ, എൻ്റെ തല പൊട്ടിത്തെറിക്കുന്നു തോന്നുന്നു. IT-യിൽ ജോലി ചെയ്യുന്ന ആളെയാണോ അതോ സാധാരണ കമ്പനി ജോലി ചെയ്യുന്ന ആളാണോ? ഇതെനിക്ക് രണ്ടാമത് കിട്ടുന്ന ഒരു അവസരമാണ്. രണ്ടുപേരിൽ പറ്റിയ ഒരാളെ വേണം ഞാൻ സെലക്ട് ചെയ്യാൻ. എനിക്ക് കിട്ടിയ അവസരം ഞാൻ എന്തായാലും നഷ്ടപ്പെടുത്തരുത്. കല്യാണം കഴിക്കെന്ന് പറഞ്ഞ് ഒരു ചൂണ്ട ഇട്ട് നോക്കി. എങ്ങനെയായാലും ഓക്കെ പറയുന്നാണ് തോന്നുന്നത്. ഓക്കെ മാത്രം പറഞ്ഞാലേ അവളെ കൂട്ടിക്കൊണ്ടൊന്ന് എൻജോയ് ചെയ്തേക്കാം. അയ്യോ, നിങ്ങൾ അപ്പോഴേക്ക് എത്തിയോ? വരുമ്പോ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? അത് കുഴപ്പമില്ല. അകത്തെന്തോ ജോലിയാണെന്ന് എനിക്ക് മനസ്സിലായി. വരട്ടെന്ന് കരുതി വെയിറ്റ് ചെയ്തു. ആ, എന്താ കഴിക്കാൻ വേണ്ടേ? കഴിക്കാൻ ഇപ്പം എന്താ ഉള്ളേ? എന്തായാലും കൊണ്ടുപോരെ. ആ, കൊണ്ടുവരാം. ഇതാ, എനിക്ക് അകത്ത് കുറച്ച് പണിയുണ്ട്. നിങ്ങൾ കഴിച്ചോണ്ടിരിക്കുക, ഞാനത് തീർത്തിട്ട് വരാം. ഉം. അതെ, ഒന്നിങ്ങോട്ട് വരാവോ? ആ, ഇതാ വരുന്നു. ആ, പറഞ്ഞോളൂ. ഇപ്പൊ കഴിച്ചതിന്റെ കാശ്. അയ്യോ, നിങ്ങൾ 1 മാസത്തേക്കുള്ള അഡ്വാൻസ് തന്നതാണല്ലോ, പിന്നെന്തിനാ ഇപ്പൊ ഈ കാശ് തരുന്നത്? അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? ഞാൻ നിങ്ങളോട് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ ആലോചിച്ചിട്ട് പറയാന്നാണ് എന്നോട് പറഞ്ഞത്. നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത്? ഞാൻ ആലോചിച്ച് നോക്കിയിരുന്നു. പക്ഷേ എനിക്കിപ്പോ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമില്ല. അദ്ദേഹം മരിച്ചിട്ട് ഒരുപാടൊന്നും ആയില്ലല്ലോ. അപ്പോഴേക്ക് ഇതൊക്കെ വേണ്ടെന്ന് തോന്നുന്നു. എന്റെ മനസ്സതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതൊന്നും വേണ്ട. എനിക്ക് വേണ്ടി എന്തിനാ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? ഒരുപക്ഷേ എന്റെ മനസ്സ് മാറാൻ ഒരുപാട് സമയമെടുക്കുമായിരിക്കും. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്ര വർഷമായാലും സാരമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഓക്കെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അയ്യോ, അത് വേണ്ട, വിട്ടേക്ക്. ഞാൻ കാരണം നിങ്ങളുടെ ഓ. ലൈഫ് ഇല്ലാതാവരുത്. ശരി, ഓക്കെ. ഇതിൽ കൂടുതൽ ഞാൻ നിങ്ങളെ ഒന്നും ചോദിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരിക്കലും ഞാൻ ഒരു കാര്യം ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല. എപ്പോഴത്തെയും പോലെ നിങ്ങളുടെ ഒരു കസ്റ്റമറായിട്ട് ഞാനിവിടെ വന്നോളാം. നിങ്ങളൊരു മെസ് ഓണറായിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നാൽ മതി. ശരി, ഞാനിന്ന് ഇറങ്ങട്ടെ. ഞാൻ ഇങ്ങനെ പറ്റില്ലാന്ന് പറഞ്ഞതില് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇത് നിങ്ങളുടെ ലൈഫാണ്. തീരുമാനമെടുക്കാൻ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് താങ്ക്സ്. ശരി, ഞാൻ ഇറങ്ങാണ്. ബൈ. ശരി.
മാഡം, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ആ ആ വരൂ വരൂ, ടിഫിൻ കഴിക്കൂ. കഴിക്കുന്നതൊക്കെ പിന്നെ ആവാം. ഞാൻ ഇന്നലെ ചോദിച്ചതിനെ കുറിച്ച് താങ്കളുടെ തീരുമാനം എന്താണ്? അതാദ്യം പറയൂ. ആദ്യം നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്ക്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇത് നോക്കിയേ, ആദ്യം നിങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞാലേ എന്നെ കൊണ്ട് സ്വസ്ഥമായി കഴിക്കാൻ പറ്റൂ. എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നത്? ആദ്യം വന്ന് കഴിക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. അയ്യോ, ഇന്നലെ എന്നെ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റില്ലെന്നേ. നിങ്ങൾ ഓക്കെ പറയോ നോ പറയോ എന്ന് വിചാരിച്ച് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എങ്ങനെ തിരിഞ്ഞു കടന്നിട്ടും എനിക്ക് ഉറക്കം വന്നില്ല അറിയോ? ശരി, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കഴിക്കാം. കഴിച്ചതിന് ശേഷമെങ്കിലും എനിക്ക് പെട്ടെന്ന് ഒരു നല്ല മറുപടി പറയുന്നു വിചാരിക്കുന്നു. ശരി ശരി, വരൂ, ആദ്യം ടിഫിൻ കഴിക്ക്. ഉം. ഇവിടെ ഇരിക്കൂ. ഉം. കഴിക്കാൻ എന്താ വേണ്ടേ? ദിവസേന ഇഡ്ഡലി കഴിച്ച് കഴിച്ച് ബോറടിച്ചു. ഇന്ന് നല്ല ചൂടുള്ള ദോശ കിട്ടുമോ? ആ, ദോശയാണോ വേണ്ടേ? ഉം. ശരി, ഒന്ന് വെയിറ്റ് ആ ചെയ്യണേ, ഞാൻ ചുട്ടെടുത്തോണ്ട് ആ വരാം. ശരി. ഇതാ. അ, ആ, അ, അയ്യോ, എന്താ ഇത്? എന്തിനങ്ങനെ ധൃതി പിടിച്ച് കഴിക്കുന്നേ? ഒന്ന് പതുക്കെ കഴിച്ചൂടെ? ഇത്ര സ്പീഡിൽ കഴിച്ചാ ഭക്ഷണം തൊണ്ടേ കുടുങ്ങിയിട്ട് എന്തെങ്കിലും പറ്റിയാലോ? ആ, ആ, ആ. ദാ, ആദ്യം വെള്ളം കുടിക്ക്. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ, ധൃതി പിടിച്ച് കഴിച്ചാൽ എന്തെങ്കിലും പറ്റുമെന്ന്. ദേ നോക്കിയേ, എപ്പോഴും നിങ്ങൾ ഭക്ഷണം പതുക്കെ വേണം ഇരുന്ന് കഴിക്കാൻ. അതെ, നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ മറുപടിയെക്കുറിച്ച് ഓർത്തോർത്ത് എനിക്ക് ഓരോ മിനിറ്റ് നരകം പോലെയുള്ളതാ. എപ്പോഴാ നേരം വെളുക്കുക, നിങ്ങൾ ഓക്കെ എന്നൊരു നല്ല മറുപടി പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫാസ്റ്റായി കഴിക്കുന്നത്. ആ, ശരി, ഇനി പറയൂ. എന്ത് പറയണമെന്നാ? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചാലോ? ഇത് നോക്കിയേ, ഞാൻ നിങ്ങളെ വളരെ ആത്മാർത്ഥമായാണ് പ്രണയിക്കുന്നത്. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ മഹാറാണിയെ പോലെ കൊണ്ടു നടക്കും. ഉം, ഞാൻ നിങ്ങളെ എന്നും പൊന്നുപോലെ നോക്കിക്കോളാം. ആം, ഇത് നോക്കിയേ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. പക്ഷെ അതെങ്ങനെയാ പറയാന്നറിയാതെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ആ കാര്യം നന്നായി അറിയാം. അതുകൊണ്ടാണ് ഞാൻ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്തത്. നിങ്ങൾ എന്നെ ദയവേത് മിസ് ചെയ്യരുത്. ഒരുപക്ഷേ നിങ്ങൾ എന്നെ മിസ് ചെയ്താൽ ഇതിനെക്കുറിച്ച് ഓർത്ത് ലൈഫ് ലോങ് വിഷമിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്നെ പോലത്തൊരു ചെക്കൻ ഈ ജന്മത്തിൽ കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. എന്താ ശരിയല്ലേ? നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കുന്നേ. ആലോചിച്ച് നല്ല ഒരു മറുപടി പറയൂ. ആ. അതുവരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പോവാണ്. എന്ത്? ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പോവാണോ? അതെന്താ? ഇവിടെ വെയിറ്റ് ചെയ്യാൻ പാടില്ലേ? എല്ലാ കസ്റ്റമറും കഴിക്കാൻ വരേണ്ട സമയമായി. ഉം. നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും? അത് നിങ്ങൾ എന്റെ ഭാര്യയാവാൻ പോവല്ലേ? പിന്നെ ആര് എന്ത് വിചാരിച്ചാ എനിക്കെന്താ? അയ്യോ, അതുകൊണ്ടൊന്നും അല്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നേന്ന് വെച്ചാ, നിങ്ങളൊന്നും പറയണ്ട. ചോദിച്ചതിന് മാത്രം ഉത്തരം പറയൂ. അതുവരെ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അ, ഉം, ഉം, ഉം. ഉം. അതെ, ഉം. നല്ലോണം ആലോചിച്ചോ? നിങ്ങളുടെ തീരുമാനം എന്താണ്? എന്നെ കല്യാണം കഴിക്കാൻ ഓക്കെ അല്ലേ? എന്താ ഒന്നും മിണ്ടാത്തെ? കല്യാണം കഴിക്കാം, ഉം. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഉം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം. എന്താന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? കുറച്ച് ദിവസം പറഞ്ഞാൽ എത്ര ദിവസമാണ്?
അതുവരെ ഞാൻ നിങ്ങളെ പ്രണയിച്ചോട്ടെ. ആ ആ, പ്രണയിക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്നാ കല്യാണം മാത്രം ഒന്ന് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദിവസമല്ല, മാസമല്ല, എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? എന്നാ ഐ ലവ് യു പറഞ്ഞൂടെ? ആ അയ്യോ, എന്താ ഇത്? അതെ, ഐ ലവ് യു എന്ന് പറഞ്ഞൂടെ? ഐ ലവ് യു. അതെ, എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറഞ്ഞൂടെ? അയ്യോ, എന്തൊക്കെയാ ഇത്? എന്താ? ആരെങ്കിലൊക്കെ കണ്ടാ എന്താ വിചാരിക്കുക? ഹോ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ? പിന്നെ എന്തിനാ കെട്ടിപ്പിടിക്കാൻ മടിക്കുന്നത്? ഇപ്പോ മര്യാദയ്ക്ക് നിങ്ങൾ ഉം, എന്നെ കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ആ, തന്നെ നിങ്ങളെ കെട്ടിപ്പിടിക്കട്ടെ? ആ, വേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചോളാം. ഐ ലവ് യു. എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാം, ഓക്കെ അല്ലേ? ഉം, ശരി. ഉം. നീ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മെസ്സി കൊണ്ട് നടത്തണോ? നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ തന്നെ വീട്ടിലേക്ക് വന്നൂടെ? അയ്യോ, അതൊന്നും വേണ്ട. ഇപ്പൊ തന്നെ നിങ്ങളുടെ കൂടെ വന്ന് താമസിച്ചാ അത് ശരിയാവില്ല. അതെ, അങ്ങനെയൊന്നുമല്ല. നീ ദിവസേന എത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ നിന്റെ ശരീരം എന്താവാനാ? ആ, എന്റെ കൂടെ വന്നേക്ക്. ഞാൻ നിന്നെ മഹാറാണിയെ പോലെ നോക്കാം. നിങ്ങള് പറയുന്നത് ശരിയൊക്കെ തന്നെയാ. ഉം. നിങ്ങള് എന്നോടുള്ള സ്നേഹം കൊണ്ടാ പറയുന്നത്. പക്ഷേ എനിക്ക് ഇപ്പൊ ഇത് വിടാൻ പറ്റില്ല. ഇപ്പോഴല്ലേ ഇത് തുടങ്ങിയത്. നമ്മുടെ കല്യാണത്തിന് ശേഷം ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ഉണ്ടാവുക. ഹും. എന്നാ ഒരു കാര്യം ചെയ്യാം. ഇനി നീ ആഴ്ചയിൽ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരണം. എന്താ ഓക്കെ അല്ലേ? ഏ, നിങ്ങളുടെ വീട്ടിലേക്കോ? അതെ, എന്റെ ആ, വീട്ടിലേക്ക് തന്നെ. ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഉം, നീ ആഴ്ചയിൽ ഒരു ദിവസം മെസ്സിന് ലീവ് ഇട്ടേച്ച് വന്നേക്ക്. എന്താ ഉം. ഓക്കെ ആണോന്ന്? ഈ ആഴ്ച തൊട്ട് ഏതെങ്കിലും ഒരു ദിവസം മെസ്സിന് ലീവ് ഇട്ടേക്ക്. ആ ഒരു ദിവസം മാത്രം എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് മീറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാം. എന്തോന്ന്? അത് നമ്മൾ മീറ്റ് ചെയ്ത് മനസ്സ് തുറന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞതാ. അതിരിക്കട്ടെ, ഏത് ദിവസമാ ലീവ് ഇടാൻ പോണേ? അത് ആലോചിക്കണം. വന്ന് കഴിക്കുന്നവർക്കും പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. ഏത് ദിവസമാണെങ്കിലും കുഴപ്പമില്ല. നീ ലീവ് ഇടുന്ന കാര്യം മുൻകൂട്ടി തന്നെ പറയുവാണെങ്കിൽ ആ ദിവസം ഓഫീസിന് ഞാനും ലീവ് ഇട്ടേക്കാം. ഓക്കെ അല്ലേ? ഉം, ശരി. ഞാനൊന്ന് ഇറങ്ങാണേ. ഉം, ശരി. പോയിട്ട് വരൂ. അല്ല, വെറുതെ ഇങ്ങനെ പോയിട്ട് വന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ തമ്മിൽ ഇഷ്ടമല്ലേ? രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവല്ലേ? ഒരു ഉമ്മ ആ, തരുന്ന പോലെ നിനക്ക് തോന്നുന്നില്ലേ? അയ്യോ, എന്താ ഇതൊക്കെ? ഞാനിപ്പോ എന്ത് ചെയ്യും? മെസ്സിലേക്ക് ആൾക്കാർ എത്താനുള്ള സമയമായി. ഈ സമയത്ത് വന്നിട്ട് കിസ് വേണമെന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്നെ പറ. എനിക്കതൊന്നും അറിയണ്ട. എനിക്കിപ്പോ ഉമ്മ വേണം. നിങ്ങൾ പോകുന്നുണ്ടോ? ആരെങ്കിലും കണ്ട പ്രശ്നമാവും. നീ എനിക്ക് ഉമ്മ തരാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പാടില്ല. ഹാ, ഇങ്ങനെ വാശി പിടിച്ചാൽ എന്ത് ചെയ്യും? ഇഷ്ടമാണെന്ന് പറഞ്ഞത് തെറ്റായി പോയെന്ന് തോന്നുന്നു. ഇത് നോക്ക് മുത്തേ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് ഒരേ ഒരു ഉമ്മ മാത്രം താ. ഞാൻ ഇവിടുന്ന് ഹാപ്പി ആയിട്ട് പോയിക്കോളാം. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചോണ്ടിരിക്കുന്നെ? ഉം, ശരി. ഓക്കെ, തരാം. ഉം, ഉം. ആ, അതെ, ഇങ്ങനെ കവിളുമ്മ വെച്ചാ എന്താ അർത്ഥം? എനിക്ക് ലിപ് ലോക്കാണ് വേണ്ടത്. ഹും, ഇപ്പൊ വെജ് കിസ് കിട്ടുള്ളൂ. നോൺ വെജ് കിസ് വേണമെങ്കിൽ കല്യാണത്തിന് ശേഷേ കിട്ടൂ. ഉം, എനിക്കിപ്പോ നോൺ വെജ് കിസ്സാണ് വേണ്ടത്. അതൊന്നും പറ്റില്ല. നിങ്ങൾ ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. ശരി ശരി, പോവാം. നാളെ കാണാവേ. ഉം, ടാറ്റാ. ബൈ ബൈ. ബൈ. എന്താടാ നിനക്ക് സുഖാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ആ പെണ്ണെന്താ പറഞ്ഞ് കല്യാണത്തിന് സമ്മതിച്ചായിരുന്നോ? ഇല്ല, ആ പെണ്ണ് കല്യാണത്തിന് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. അങ്ങനെയാണോ? അതെ ചേച്ചി. അപ്പൊ ഞാൻ കൊണ്ടുവന്ന ആലോചനയുമായി മുന്നോട്ട് പോട്ടെ? എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ചേച്ചി. ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് ജീവിതം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവൾ എന്നത് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പം എനിക്കൊന്നും വേണ്ട. കുറച്ചുനാൾ ഞാൻ തനിച്ചിരിക്കട്ടെ ചേച്ചി. ഒന്ന് മനസ്സിലാക്ക്. അങ്ങനെയല്ലടാ, ഞാൻ പറഞ്ഞു വരുന്നത് നീ ഒന്ന് മനസ്സിലാക്കുന്നേ. പ്ലീസ് ചേച്ചി, ഒന്ന് ഫോൺ വെക്കേ. എന്താ മോളെ, സുഖ
എനിക്ക് സുഖം തന്നെ അമ്മേ. അമ്മയ്ക്ക് സുഖമല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ കല്യാണക്കാര്യം എന്റെ അമ്മേ, അമ്മയൊന്നും മിണ്ടാതിരിക്കില്ലേ? അമ്മ ഒന്ന് വെയിറ്റ് ചെയ്താ ഞാൻ തന്നെ നല്ലൊരു ന്യൂസ് പറയാം. കേക്കുന്നുണ്ടോ? ഇനി അമ്മ എനിക്ക് ചെറുക്കനെ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ ലൈഫിന് എന്താണോ വേണ്ടത് അത് ഞാൻ തന്നെ ചൂസ് ചെയ്യാം. കേട്ടോ? ശരി മോളെ, എനിക്ക് അത് മാത്രം മതി. നീ തന്നെ നല്ലൊരു പയ്യനെ തെരഞ്ഞെടുത്ത് നിന്റെ ജീവിതം നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അത് മാത്രം മതി. ഏതെങ്കിലും നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കും. മരിച്ചുപോയവനെ വിചാരിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമോ? ഒരു നല്ല തീരുമാനം എടുക്കും മോളെ. നല്ലൊരു തീരുമാനം തന്നെ എടുക്കും അമ്മേ. അതുകൊണ്ടാ ഞാൻ അമ്മയോട് നോക്കണ്ടാന്ന് പറയുന്നത്. ഒട്ടും വൈകാതെ തന്നെ ഞാൻ അമ്മയോട് ആ കാര്യം പറയാം. ശരി മോളെ, ശരി, വെക്കുകയാണേ. നീ ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ എനിക്ക് സന്തോഷമായി. എന്നാ ശരി, ഞാൻ വെക്കുകയാണേ. ഉം. ലവ് പ്രപ്പോസ് ചെയ്തു. അവളും ഓക്കെ പറഞ്ഞു. ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഇട്ട് വീട്ടിലേക്ക് വന്നും പറഞ്ഞു. അതിനും അവൾ ഓക്കെ പറഞ്ഞു. ഇനി എല്ലാ ആഴ്ചയും നമ്മുടെ ഇഷ്ടം പോലെ അവളെ അനുഭവിക്കാം. ഇല്ലളിയ, ഇപ്പോഴാ കഴിക്കാൻ വേണ്ടി മെസ്സിലേക്ക് പോകുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് എത്തിയേക്കാടാ. നീ ഒന്ന് സമാധാനിട്ടിരിക്കേ, ഞാൻ പെട്ടെന്ന് അങ്ങ് എത്തിയേക്കാം. എടാ, ഈ മെസ്സിലെ ഫുഡ് നല്ല അടിപൊളിയാ. വേണമെങ്കിൽ ഒരു ദിവസം നീയും വന്ന് കഴിച്ചു നോക്ക്. ശരിടാ, ഞാൻ പെട്ടെന്ന് തന്നെ വരാം. നേരിട്ട് വേണം സംസാരിക്കാം. കഴിക്കാൻ എന്തെങ്കിലും തരാവോ? വന്നിട്ട് ഒരുപാട് നേരമായി. അയ്യോ, സോറി കേട്ടോ. ഞാൻ നിങ്ങള് വന്നത് ശ്രദ്ധിച്ചതേയില്ല. അകത്ത് ഒരുപാട് പണിയുണ്ടായിരുന്നു. സാരമില്ല, കഴിക്കാൻ കൊണ്ടുപോവാ. ഉം. സർ, ഇതാ. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയണം. എന്താ പറഞ്ഞു? ഇനി ആഴ്ചയില് ഒരു ദിവസം മെസ്സിൽ ലീവായിരിക്കും. അതെന്താ? ഡെയിലി മെസ്സുണ്ട് കഴിക്കാൻ വരാനല്ലേ പറഞ്ഞത്? എന്താ ഇപ്പൊ ഒരു വാക്കുപോലും പറയാതെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എന്നൊക്കെ പറയുന്നത്? അത് വേറെ ഒന്നുമല്ല. ആഴ്ചയില് 7 ദിവസവും ഞാൻ ജോലി ചെയ്യല്ലേ. അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ്. അത് ശരിയാ. ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലി എടുക്കുമ്പോ ഒരു ദിവസം ലീവ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ അത് ആരോഗ്യത്തിനും കേടാണ്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ശരി, എനിക്ക് ഓക്കെയാണ്. നാളെ ഒരു ദിവസം പുറത്തു തന്നെ ആഹാരം കഴിക്കാം. ഇത്രയും ദിവസം നിങ്ങളുടെ കൈകൊണ്ട് നല്ല അടിപൊളി ആഹാരം കഴിച്ചിട്ട് പുറത്തെ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. ബട്ട് എനിവേ, കുഴപ്പമില്ല. ഒരു ദിവസം ഞാൻ മാനേജ് ചെയ്തോളാം. സോറി. ഞാൻ അകത്തേക്ക് പോവാണ്. ഒന്നും പറയാണ്ട് പോയി കളഞ്ഞു. ഹലോ. എന്താ മുത്തേ, എന്താ ചെയ്യുന്നേ? ഒന്ന് വന്ന് കിടക്കാന്ന് വിചാരിച്ചു. ആണോ? അപ്പോഴത്തേക്കും ഉറങ്ങിയോ? ഇല്ല, നിങ്ങൾ പറഞ്ഞോ. അത് പിന്നെ മുത്തേ, നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി. ഞാൻ നാളെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ സംസാരിച്ചാ പോരെ? നാളെ രാവിലെ തൊട്ട് രാത്രി വരെ ഇവിടെ തന്നെ ഉണ്ടാവണേ. എന്ത്, രാത്രി വരയ്ക്കോ? അയ്യോ, അതൊന്നും എനിക്ക് പറ്റില്ല. ശരി, എന്ന് വെച്ചാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നോട്ടോ. വൈകുന്നേരം വരെയാണെങ്കി ഓക്കെയാണ്. ശരി, ഓക്കെ മുത്തേ. പിന്നെ നീ നാളെ വരുന്നില്ലേ? ഞാനത് ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. എന്ത് സെലിബ്രേഷൻ? പടക്കം എല്ലാം പൊട്ടിച്ച് നീ വരുന്നത് ഞാൻ ആഘോഷിക്കാൻ പോവാണ്. ആവശ്യമില്ലാതെ എന്തിനാ ഇങ്ങനൊക്കെ? അല്ല പിന്നെ,
നീ എന്റെ മാലാകയല്ലേ? നീ വരുമ്പോ സെലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല. അതൊന്നും വേണ്ടെന്നേ. ശരി, വേറെ എന്തൊക്കെയുണ്ട്? എനിക്ക് നല്ലോണം ഉറക്കം വരുന്നുണ്ട്. നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ എഴുന്നേറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റൂ. ശരി, നല്ലോണം കിടന്നുറങ്ങിയിട്ട് രാവിലെ പെട്ടെന്ന് റെഡിയായി നമ്മുടെ വീട്ടിലേക്ക് വന്നേക്ക്. ഓക്കെ അല്ലേ? ഉം, ശരി. നാളെ ഇവിടെ മുഴുവനും അനുഭവിക്കണം. ഹായ് മുത്തേ, നീ വന്നു അല്ലേ? എന്റെ മാലാകയായ നീ എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അകത്തേക്ക് വാ. ഉം. ഇരിക്കേ. ഉം. മുത്തുവിന് കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയാൻ പാടില്ല. നിനക്ക് ഞാൻ കുടിക്കാൻ ജ്യൂസ് കൊണ്ടുവരാം. ഉം. ഉം. ആ. ഇതാ കുടിക്കേ. ഉം. ഇന്നലെ നീ ഇവിടെ വരാന്ന് ഓക്കെ പറഞ്ഞതും എനിക്ക് രാത്രി മുഴുവനും ഉറങ്ങാൻ പറ്റിയില്ല. നീ വന്നാല് നിന്റെ കൂടെ എങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എന്നോട് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നോ? ഉം. ഞാൻ എന്തോന്ന് പറയാനാ. ശരി, നിങ്ങളെന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഞാനും വരികയും ചെയ്തു. ജ്യൂസ് തന്നിട്ട് ഞാൻ കുടിക്കുകയും ചെയ്തു. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതൊന്നും പറ്റില്ല. നീ അകത്തേക്ക് വാ. അല്ല. ഉം. അയ്യോ, നിങ്ങളെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ എന്തിനാ എവിടെയോ കൂട്ടിക്കൊണ്ടുപോയത് പോലെ എങ്ങനെ ഫീൽ ചെയ്യുന്നേ? ബെഡ്റൂമിലേക്കല്ലേ കൂട്ടിക്കൊണ്ടുവന്നേ? നീ മിണ്ടാതെ വാ. ആ. ആദ്യം ഇരിക്കേ. എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് അറിയോ? നീ എന്ന് വെച്ചാ എനിക്ക് ജീവനാണ്. നിന്നെ കണ്ടാൻ തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നു തീരുമാനിച്ചു. ഇന്നലെ എന്റെ വീട്ടിലേക്ക് വിളിച്ച് നമ്മുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ. ഞങ്ങളുടെ വീട്ടിലും ഓക്കെ പറഞ്ഞു. അതെയോ? ആഹാ. ഒരുപാട് താങ്ക്സ്. അതെ, ഞാൻ വേണം നിനക്ക് താങ്ക്സ് പറയാൻ. നിന്നെ പോലത്തെ ഒരു പെൺകുട്ടി എനിക്ക് ഭാര്യയായി കിട്ടണമെങ്കിൽ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം. ശരി, നമുക്ക് രണ്ടുപേർക്ക് ഒരു റിഹേഴ്സൽ നോക്കിയാലോ? എന്തോന്ന്? റിഹേഴ്സൽ അറിയില്ലേ? അടുത്തേക്ക് വാ. റിഹേഴ്സൽ എന്ന് വെച്ചാ നമ്മളെന്തായാലും കല്യാണം കഴിക്കാൻ പോവുമല്ലേ? അതിനുവേണ്ടി ഒരു ചെറിയ റിഹേഴ്സൽ നോക്കാന്ന് പറഞ്ഞതാ. ദേ നോക്ക്, നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാ ഇങ്ങോട്ട് വരാൻ തന്നെ എനിക്ക് പേടിയായത്. ഞാൻ പേടിച്ചതുപോലെ തന്നെ നിങ്ങൾ പറയാനും തുടങ്ങി. എന്തു തന്നെയാണെങ്കിലും കല്യാണത്തിന് ശേഷം മതി. ഈ റിഹേഴ്സലിന്റെ ആവശ്യമൊന്നുമില്ല. ശ്ശോ. ഇനി അതല്ല, നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. അതെ, ഒന്നിരിക്കേ. ഉം. നീ എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? ശരി ശരി, അത് വിട്ടേക്ക്. നമ്മൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി നിന്നെ വിളിച്ചത്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിപ്പോയി. അതൊക്കെ ഇരിക്കട്ടെ, എന്നോട് ഇപ്പോഴും നിനക്ക് ദേഷ്യമാണോ? ഉം, എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെന്തിനാ അത്രയും തള്ളിയിരിക്കുന്നേ? ഒന്ന് അടുത്തിരുന്നോടെ? ശരി, വേണ്ട വിട്, ഞാൻ തന്നെ അടുത്ത് വന്ന് ഇരുന്നോളാം. ഉം. ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരുമിച്ചിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ അല്ലേ? നീ ഇത്രയും ദിവസം ഒറ്റയ്ക്കായിരുന്നില്ലേ? ഉം. നിനക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഞാനും ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോവുകയല്ലേ? കല്യാണത്തിന് ശേഷം ഒരുമിച്ചാണ് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഒരുമിച്ചിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു. ഇതിൽ പേടിക്കാനൊന്നുമില്ലെന്നേ. ഇത് നോക്കിയേ, നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നീ ആവശ്യമില്ലാതെ ആലോചിച്ച് വെറുതെ ടെൻഷൻ ആവണ്ട. നമ്മൾ തമ്മിൽ ഇവിടെ ഒറ്റയ്ക്കുണ്ടായിട്ടും വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്ന് നീ തിരിച്ചു പോകുന്നതിൽ എന്താ അർത്ഥമുള്ളത് പറഞ്ഞേ? അതുകൊണ്ട് നമ്മൾ ഒരുമിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ. എന്താന്നറിയില്ല, എനിക്ക് പേടി തോന്നുക. നീ ഒന്നും പേടിക്കണ്ട. എന്താ, കഴിയാവുന്നത്ര എത്രയും പെട്ടെന്ന് രണ്ടുപേരും കല്യാണം കഴിക്കാം. നീയല്ലേ എനിക്ക് കുറച്ച് സമയം വേണം ആലോചിക്കണമെന്ന് പറഞ്ഞത്? ശരി, പറയേ, നമുക്ക് അടുത്ത മാസം കല്യാണം കഴിച്ചാലോ? അല്ലെങ്കിൽ പറ, അടുത്ത ആഴ്ച തന്നെ ഓക്കെയാണോ? എനിക്ക് നാളെ തന്നെ ഓക്കെയാണ്. അത്രയും എന്തിനാ, ഇപ്പം തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഓക്കെയാണ്.
എൻ്റെ ഭാഗത്ത് യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ വീട്ടിൽ പോലും എല്ലാവർക്കും ഓക്കെയാണ്. എന്നാ ശരി, എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം. അപ്പോൾ നമുക്കെന്നാ ഒരു 3 മാസത്തെ കല്യാണം കഴിച്ചാലോ? ഉം, അങ്ങനെ ആയിക്കോട്ടെ. ഒരു 3 മാസം കഴിഞ്ഞ് കല്യാണം കഴിക്കാം. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം. ഉം. നീ ഓരോ ആഴ്ചയും ലീവ് ദിവസം ഇവിടെ വന്നേക്കേ. ഞാനും ആ, ഓഫീസിൽ ലീവ് പറഞ്ഞേക്കാം. നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നവരെ ഇതുപോലെ ഹാപ്പി ആയിരിക്കാം. എന്തു പറയുന്നു? അയ്യോ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ തെറ്റാണ്. ഇതിലിപ്പോ എന്താ തെറ്റുള്ളത്? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ, ഇപ്പം നമ്മൾ രണ്ടുപേർക്കും സന്തോഷത്തിന് എന്താണ് കുറവ്? അതേപോലെ ഓരോ ആഴ്ച സന്തോഷമായിരിക്കാം. ഓക്കെ അല്ലേ? ഉം, ആയിക്കോട്ടെ. അപ്പോഴേ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നീ ഇവിടെ വന്നേക്കണം. എന്താ? നിങ്ങളുടെ ഇഷ്ടം പോലെ. സമയായി. ഞാനെന്നാ ഇറങ്ങട്ടെ. ഏയ്, എന്താ ഉം, ഇത്? ഉച്ചയ്ക്ക് അവിടെ ലഞ്ച് കഴിച്ചിട്ട് വൈകുന്നേരം ഇവിടുന്ന് പോയിക്കോ. അതൊന്നും വേണ്ട. ഞാൻ മറ്റൊരു ദിവസം വന്നിട്ട് കഴിച്ചോളാം. പോയിട്ട് കുറച്ച് പണിയുണ്ട്. എന്നാ ശരി, ഞാൻ തന്നെ കാറിൽ ഡ്രോപ്പ് ചെയ്യാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ വല്ല ഓട്ടോയോ ക്യാബോ എടുത്തിട്ട് പോയിക്കോളാം. നിങ്ങൾക്കിപ്പോ നല്ല ക്ഷീണം ഉണ്ടാവും. നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. ശരി, നീ എന്നാ ക്യാബ് ബുക്ക് ചെയ്യേ. ഞാൻ തന്നെ ക്യാബിൽ വന്ന് കയറ്റി വിടാം. ഉം, ശരി. ഉം. ഉം. ആ, ലൊക്കേഷനിൽ എത്തിയെന്നോ? ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു 2 മിനിറ്റ്സ്, ഞാൻ വന്നേക്കാം. ക്യാബ് വന്നിട്ടുണ്ട്. ഞാനെന്നാ ഇറങ്ങട്ടെ. നിങ്ങൾ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണേ. ശരി നാളെ കഴിക്കാൻ മെസ്സിലേക്ക് വരണേ, കേട്ടോ? ശരി, വാ. ഉം. ഞാനിന്ന് ഇറങ്ങുവാണ്. അത് ഇങ്ങനെ വേണം പറയാൻ. ബൈ. ഉം. ആ, എന്താ ഇത്? നിങ്ങളെന്താ ഈ സമയത്ത്? എന്താ പറ്റിയേ? എനിക്ക് നിന്നെ കാണാൻ തോന്നി. അതാണ് പെട്ടെന്ന് പുറപ്പെട്ടു വന്നത്. ആ, എന്ന് വെച്ച് നട്ടപ്പാതിരക്കാണോ കേറി വരുന്നത്? ഇപ്പോഴല്ലേ നിങ്ങൾ കഴിച്ചിട്ട് പോയേ? അപ്പോഴേക്കും തിരിച്ചു വന്നത് എന്തിനാ? എന്താണെന്നറിയില്ല, എനിക്ക് നിന്നെ ഇപ്പൊ തന്നെ കാണാൻ തോന്നി. അതുകൊണ്ട് എന്ത് സമയമായാലും സാരിലൊന്ന് പുറപ്പെട്ടു വന്നു. എന്നെ അകത്തേക്ക് വന്ന് നീ വിളിക്കില്ലേ? ശരി, വാ, നിങ്ങൾ അകത്തേക്ക് വാ. ഉം. കുടിക്കാൻ ചായ എന്തെങ്കിലും എടുക്കട്ടെ? ഹേയ്, അതൊന്നും വേണ്ട. ആദ്യം ഇരിക്ക്. എനിക്ക് നിന്റെ കൂടെ കുറച്ചു നേരം സംസാരിക്കണം. എന്താ ഇത്? അതിന് നിങ്ങളിങ്ങനെ രാത്രിയാണോ കേറി വരിക? ആരെങ്കിലും കണ്ട എന്നെ പറ്റി എന്താ വിചാരിക്കുക? ആര് എന്ത് വിചാരിച്ചാ എന്താ? നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. മറ്റവരെ കുറിച്ച് എന്തിനാ വെറുതെ ചിന്തിക്കുന്നേ? ശരി, നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ ഉണ്ടാക്കാം. ഇല്ല, സാരില്ല. ചെന്ന് ഇരിക്കുന്നേ, ഒരു 2 മിനിറ്റ്. ഉം. അതെ, ഉം. ഉം. ഞാൻ ഉണ്ടാക്കിയ ചായ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല. ഉം. നിന്റെ കൈകൊണ്ട് എന്ത് കിട്ടിയാലും നല്ല രുചിയുണ്ടാകും. അത് ഞാൻ പറഞ്ഞോളാം നിനക്ക് മനസ്സിലാവാൻ. ശരിയെന്നാ, സമയായി, നിങ്ങൾ ഇറങ്ങ്. ഈ സമയത്ത് ഞാൻ പോവാനോ? അയ്യോ, എന്നെ കൊണ്ട് കഴിയില്ല. ഞാനിന്ന് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. അയ്യോ, എന്താ ഈ പറയുന്നേ? ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാവും. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞതല്ലേ, നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോകുന്നവരല്ലേ. പിന്നെന്തിനാ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്? ആരും നമ്മളെ ഒന്നും പറയില്ല. ഞാൻ ഇന്ന് ഇവിടെ തന്നെയായിരിക്കും. ഈ ഒരൊറ്റ കാര്യം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും നമ്മൾ കല്യാണം കഴിക്കാൻ പോവല്ലെന്ന് പറഞ്ഞ് എന്റെ വായ അടപ്പിക്കും. നീ എന്നെക്കുറിച്ച് നല്ലോണം മനസ്സിലാക്കണമെന്ന് തോന്നുന്നു. ശരി, വാ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ആ, എന്ത്? ഉറക്കം വരുന്നെന്നോ? ചായ കുടിച്ചതിന് ശേഷം ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ ആദ്യത്തെ ആള് നിങ്ങളായിരിക്കും. ചായ കുടിച്ചതിന് ശേഷം എത്ര വലിയ ഉറക്കമാണെങ്കിലും പോവും. ഉറക്കം വരാതിരിക്കാനാ ആളുകൾ ചായ കുടിക്കാറുള്ളത്.
നിങ്ങൾ നേരെ തല തിരിച്ചാണല്ലോ പറയുന്നത്. ശരി ശരി, ബെഡ്റൂം എവിടെയാ? ബെഡ്റൂം എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? വേറെ എന്തിനാ ചോദിക്കുക? കിടന്നുറങ്ങാൻ വേണ്ടിയാണ്. അപ്പോ നിങ്ങള് ബെഡ്റൂമിൽ കിടന്നുറങ്ങിക്കോ, ഞാൻ ഹാളിൽ കിടന്നുറങ്ങിക്കോളാം. ആ എന്ത് ഒറ്റയ്ക്ക് കിടക്കാൻ പോവാണെന്നോ? ഉം. എനിക്ക് ഒറ്റയ്ക്ക് കിടന്ന ഉറക്കൊന്നും വരില്ല. ഇത്രയും നാള് ഒരു ബാച്ചലറായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ലേ കിടന്നുറങ്ങിയത്? ആ, അപ്പൊ നിങ്ങൾക്ക് ഉറക്കം വന്നായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയാ വരാത്തെ? ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊക്കെ അപ്പോ. എന്നെ കൊണ്ട് ഇപ്പൊ ഒറ്റയ്ക്കൊന്നും കിടക്കാൻ കഴിയില്ല. വേം വാ. അയ്യോ, വാ എന്താ ഇത്? വാ എന്ന് പറഞ്ഞില്ലേ? വേം വാ. അയ്യോ, വിടുന്നേ. വാ. ശരി, ഉറങ്ങിയാലോ? നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എന്നെ കുറച്ച് ഓവറായിട്ട് തോന്നില്ല? ഞാൻ അങ്ങനെ എന്ത് ചെയ്തു എന്നാ? ആദ്യം സംസാരിക്കാനെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കൂടെ ഉറങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണല്ലോ. അടുത്തത് നിങ്ങൾ എന്താ ചോദിക്കാൻ പോന്നെന്ന് എനിക്ക് അറിഞ്ഞൂടെ? കള്ളിപ്പെണ്ണേ, നിനക്ക് എന്നെ കുറിച്ച് നല്ലോണം അറിയാലേ. ഇന്ന് എന്തായാലും എനിക്ക് പറ്റില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മള് കല്യാണം കഴിക്കാൻ പോവല്ലേ, പിന്നെന്താ? അയ്യോ, നിങ്ങൾ വീണ്ടും തുടങ്ങിയല്ലേ. എന്ത് പറഞ്ഞാലും ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ എന്റെ വായ അടപ്പിക്കും. വീണ്ടും വീണ്ടും അതന്നെ കേൾക്കുന്നതിലും ഭേദം ഞാൻ അങ്ങ് സമ്മതിക്കുന്നതായിരിക്കും. എന്നാ തുടങ്ങിയാലോ? നീ ഓരോ പ്രാവശ്യം എന്നെ മനസ്സിലാക്കി ഒരുമിച്ചിരിക്കാൻ ഓക്കെ പറയുമെന്ന് ഞാൻ വിചാരിച്ചു പോലും നോക്കിയിട്ടില്ല. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നു. എനിക്കും അങ്ങനെ തന്നെയാ. നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഇത്രയും സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. നിനക്ക് എന്നെ എങ്ങനെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു? അതിപ്പോ എങ്ങനെയാ പറയാം, എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇരിക്കട്ടെ, എനിക്കൊരു ഉമ്മ തന്നൂടെ? അയ്യോ, എന്താ ഇത്? എപ്പോ നോക്കിയാലും ആരെങ്കിലും വന്ന പ്രശ്നമാവോട്ടോ. ആരും വരില്ലെന്നേ. എടി, ഈ സമയത്ത് കഴിക്കാൻ ആര് വരാനാ? ഒരു ഉമ്മ താന്നേ. ഇല്ല, ഞാൻ ഒരെണ്ണം തരില്ല. മാത്രം ഉം. പ്ലീസ്. നീ എന്താ മനസ്സിലാക്കാത്തെ? ഞാനിപ്പോ റൂമിൽ ചെന്ന് കുളിച്ച് പുറപ്പെട്ട് ഓഫീസിലേക്ക് പോണ്ടേ? അതുവരെ കുറച്ചെങ്കിലും സ്ട്രെങ്ത് വേണ്ടേ? പ്ലീസ്, ഒരേ ഒരു ഉമ്മ താന്നേ. പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. ഇന്നലെ രാത്രി ഒരുപാട് തന്നതാ, അത് മതി. നിങ്ങളിപ്പോ പോവാൻ നോക്ക്. ഉം. ഒരെണ്ണം മാത്രം ഉം. പ്ലീസ്. ചെല്ല്. പോവാനല്ലേ ഒരെണ്ണം പറഞ്ഞേ? മാത്രം ഒന്ന് ഇല്ല, താന്നേ. പറ്റില്ല. ഉം. ഉം. ആ, നിങ്ങൾ വാ, ടിഫിൻ കഴിക്കാം. എന്താടാ നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? പറയേച്ചി. ആ ബ്രോക്കർ വീണ്ടും വിളിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് സമ്മതമാണെങ്കിൽ പറ, അതുമായി മുന്നോട്ട് പോവാൻ നമുക്ക്. ശരി ചേച്ചി, ചേച്ചി നോക്ക്. നന്നായി ആലോചിച്ചിട്ടാണോ പറയുന്നത്? അപ്പൊ ആ പെണ്ണിന് വേണ്ടി കാത്തിരിക്കുന്നില്ലേ? അതൊന്നും വേണ്ട ചേച്ചി. ഈ ലോകത്തിൽ നല്ലത് ചെയ്യുന്നവർക്കൊന്നും സ്ഥാനമല്ലേ ചേച്ചി. നമുക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ അതിനെ കല്യാണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ചേച്ചി. അങ്ങനെയല്ലാതെ ഞാൻ വിചാരിക്കുന്നത് നടക്കണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ അത്യാഗ്രഹം മാത്രമാണ്. എൻ്റെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയും അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു കാലത്തും കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചേച്ചി എന്നെ നേരിട്ട് പോയിട്ട് ഒരു തീരുമാനം എടുത്തു. ഞാൻ അപ്പോഴേക്ക് എത്തിക്കോളാം ചേച്ചി. ആ പെണ്ണിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ കല്യാണം തന്നെ ഉറപ്പിക്കാം ചേച്ചി. എന്നാ ശരി, ഞാൻ ആ ബ്രോക്കറോട് ഫോൺ ചെയ്ത് സംസാരിക്കട്ടെ. ശരി ചേച്ചി. മേഡം, എന്തു പറ്റി മേഡം? ഒന്നുമില്ല സാറേ. എന്തു പറ്റി മേഡം? എന്താ കാര്യം എന്ന് പറയേ? നിങ്ങൾ വാ, വന്ന് ഭക്ഷണം കഴിക്ക്. അയ്യോ മേഡം, ഞാൻ കഴിക്കുന്ന കാര്യക്ക് അങ്ങ് വിട്ടേക്ക്. ആദ്യം എന്താ സംഭവിച്ചെന്ന് പറയേ. ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ദയവ് ഇത് പറ മേഡം, പ്ലീസ് മേഡം. എന്തു പറ്റി മേഡം? എന്തിനിങ്ങനെ കരയുന്നത്? അതിന് മാത്രം എന്താ സംഭവിച്ചേ? ഞാൻ ഒത്തിരി വിശ്വസിച്ച ഒരുത്തൻ എന്നെ ചതിച്ചു കളഞ്ഞു. എന്താ ഈ പറയുന്നത് മേഡം? അങ്ങനെ എന്താ സംഭവിച്ചേ? ഈ മെസ്സിന് കഴിക്കാൻ വരുന്ന IT-യിൽ ജോലി ചെയ്യുന്ന ഒരാള് എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ വാക്ക് തന്നതാ. ആ വാക്കും വിശ്വസിച്ച് അയാൾ ആവശ്യപ്പെട്ടതിനൊക്കെ ഞാൻ വഴങ്ങിക്കൊടുത്തു. എന്നിട്ടിപ്പോ എനിക്ക് അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അയാളുടെ വീട്ടിൽ ചെന്നപ്പോ അവിടെയും കാണുന്നില്ല. ഫോൺ ചെയ്ത് നോക്കിയപ്പോഴും നോട്ട് റീച്ചബിൾ എന്നാണ് വന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല.
എന്താ ഈ പറയുന്നത് മാഡം? അത് എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയുമില്ല. നമുക്ക് രണ്ടുപേർക്ക് ആദ്യം ഒന്നിക്കാം, എന്നിട്ട് കല്യാണം കഴിക്കാന്ന് പറഞ്ഞതാ. ഇപ്പൊ അയാള് കാരണം ഞാൻ പ്രഗ്നന്റാ. അയാൾ എന്റെ ജീവിതം വെച്ചാ കളിച്ചത്. മാഡം, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുവിടുന്ന പ്രശ്നം എങ്ങനെയാണ് തീർക്കുന്നത് മാഡം? പറയേ, ഞാനൊരു കാര്യം പറയട്ടെ. മാഡം വാ, നമുക്ക് നേരിട്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാം. വാ മാഡം, അവരോട് തന്നെ അവന്റെ മേലൊരു ആക്ഷൻ എടുക്കും മാഡം. അയ്യോ, അയാളെ കാരണം എന്റെ ജീവിതം തൊലഞ്ഞല്ലോ ദൈവമേ. മാഡം വരൂ മാഡം, നിങ്ങളുടെ ഈ പ്രശ്നമൊക്കെ തീരുന്നതുവരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും മാഡം. കരയാതെ മാഡം. നിങ്ങൾ എനിക്ക് പ്രൊപ്പോസ് ചെയ്തപ്പോ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്കാണ്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ നിങ്ങൾക്ക് വലിയ മനസ്സാ. അതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല മാഡം. നിങ്ങൾ ആദ്യം വാ, നടക്കുന്ന കാര്യത്തെ പറ്റി ആലോചിക്കാം മാഡം. നമുക്കിപ്പോ തന്നെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. വരൂ മാഡം.